ഉണ്ട്. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്ര തന്നെ. അപ്പൊ സ്നാനം അപ്രധാനമാണെന്ന് പറയുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ വെള്ളത്തിലോട്ട് ഇറക്കി മുക്കുക എന്ന് പറയുന്ന ആ പ്രോസസ്, അത് പല ആളുകളാ ചെയ്തിരുന്നത്. കാരണം അപ്പോസ്തലന്മാർ നിർദ്ദേശിക്കുന്ന പരിജ്ഞാനമുള്ള മറ്റ് സഹോദരന്മാർ അത് ചെയ്തിരുന്നു. അതാണല്ലോ കൊർന്നല്യോസിന്റെ വീട്ടിലും പത്രോസ് എന്താ പറഞ്ഞത്? അവരെ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. പത്രോസ് തന്നെ ഇറങ്ങി അത് ചെയ്തില്ല. സ്തോത്രം. അപ്പോൾ ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, അപൂർവമായ ആളുകളെ മാത്രമേ സ്നാനപ്പെടുത്തിയിരുന്നുള്ളൂ. വചനം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്ത് വിശ്വസിക്കുന്നവരെ സ്നാനജലത്തിലേക്ക് ഇറക്കാൻ, സ്തോത്രം, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. ആ ശുശ്രൂഷ ചെയ്തത് മറ്റു പലരും ആയിരുന്നു എന്ന് മാത്രമേ പൗലോസ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സ്തോത്രം. അത് അപ്രധാനമല്ല, അത് പ്രധാനപ്പെട്ടൊരു ശുശ്രൂഷയാണ്. നമുക്കിത് വേണോ സഹോദരങ്ങളെ? നമുക്കറിയാമല്ലോ, നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം. ഇതാണ് ലോകത്ത് ആന്ത്രപ്പോളജി ഗ്രൂപ്പേ ഉള്ളൂ എന്നാ. ഈ 3 ഗ്രൂപ്പിലും പെട്ടവരുടെ സ്നാനം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 സ്നാനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പരിശുദ്ധാത്മ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. അത് 3ഉം ഈ 3 വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നത് കൊണ്ടാണ് പ്രാധാന്യം കൊടുത്തത്. അത് പ്രത്യേക സന്ദേശം തരുന്നതാണ്. സ്തോത്രം. ആ വാക്യങ്ങൾ നമുക്കൊന്ന് പറയാം. പൗലോസ്, അദ്ദേഹം ശേം വംശക്കാരനായിരുന്നു. പൗലോസ് ശേം വംശക്കാരനായിരുന്നു. അതിന് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 24 മുതൽ 28 വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ശേം, അർപ്പക്ഷദ്, ശേലഹ്, ഏബർ, പേലഗ്, രയൂ, ശെരൂഹ്, നാഹോർ, തേരഹ്, അബ്രാം. അബ്രാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിന്റെ മക്കളിൽപ്പെട്ട ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ. അപ്പോൾ ശേം വംശത്തിൽപ്പെട്ടവനാണ് ആര്? പൗലോസ്. സ്തോത്രം. പൗലോസ് ശേം വംശത്തിൽപ്പെട്ടവനായതുകൊണ്ടാണ് അവന്റെ സ്നാനത്തിന് അത്രയും പ്രാധാന്യം കൊടുത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇനിയും ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ, അവന് ഹാം വംശക്കാരനാണ്. ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലും ഉൽപ്പത്തി 10:6 അത് കാണാൻ കഴിയും. സ്തോത്രം. ഇനി കൊർന്നല്യോസ് യാപ്പേത്ത് വംശക്കാരനാണ്, 3-ാമത്തെ വംശക്കാരൻ. അത് ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിലും ഉൽപ്പത്തി 10:2 കാണാം. അവിടെ മേശക്, തൂബൽ എന്ന് പറയുന്നതെല്ലാം യൂറോപ്യന്മാരാ. കൊർന്നല്യോസ് യൂറോപ്യനായിരുന്നു, മനസ്സിലായല്ലോ, ഇറ്റലിക്കാരനായിരുന്നു. അപ്പോൾ യാപ്പേത്ത് വംശക്കാരനാ. ഈ 3 വംശത്തിലും പെട്ട ഓരോരുത്തരുടെ സ്നാനം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഏത് വംശത്തിൽപ്പെട്ടവനായാലും എന്ത് ചെയ്യണം? സ്നാനം സ്വീകരിക്കണം. സ്തോത്രം. ന്യായമായി സ്നാനത്തെക്കുറിച്ചുള്ള ചോദിക്കുന്ന സംശയങ്ങൾ ഇതാണ്. ദൈവത്തിന് മുമ്പിൽ 3 ഗ്രൂപ്പേ ഉള്ളൂ. 1 യഹൂദൻ, 2 ജാതി, 3 ദൈവസഭ. സ്തോത്രം. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളെല്ലാം യഹൂദനല്ലെങ്കിൽ ജാതികളാണ്. ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, പ്രിയ ദൈവമക്കളെ, നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും രക്ഷ വ്യക്തിപരമാണ്. സ്തോത്രം. അതുകൊണ്ട് വിശ്വസിച്ചാൽ നാം സ്നാനത്തിൽ കർത്താവിനെ അനുസരിക്കേണ്ടതാണ്. സ്തോത്രം. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. സ്തോത്രം. തിരിച്ചറിയാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ മരിച്ചാൽ പാപം അവരുടെ പേരിൽ കണക്കാക്കപ്പെടുന്നില്ല. പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഇനി പാപം കൊണ്ടല്ല, പിന്നെ യേശുവിനെ സ്വീകരിച്ചില്ല എന്ന കാരണത്താലാണ് ശിക്ഷ. ഓർക്കുന്നില്ലേ, ഞാൻ പറഞ്ഞാണല്ലത്. സ്തോത്രം. അതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ വെള്ളസിംഹാസനത്തിന്റെ അന്ത്യന്യായവിധിയിൽ ശിശുക്കളില്ല. ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ശിശുക്കൾ ആ കൂട്ടത്തിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട. പെന്തക്കോസ്തുകാരുടെ ഇപ്പം വന്ന് എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. അത് സ്നാനത്തിനൊരു പകരമാണെന്ന് പോലും ചിന്തിക്കുന്നവര് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. അത് സ്നാനത്തിന് പകരം ചെയ്യുന്നതല്ല. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നു. ജീവിതത്തിൽ വലിയ സന്തോഷകരമായ ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവദാസന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കൊണ്ടുപോരുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടിയ യാതൊന്നും അതിന് പ്രാധാന്യം ഇല്ല. സ്തോത്രം. തിരിച്ചറിയാൻ പ്രായമാകാത്ത ഏത് കുഞ്ഞ്, നിരീശ്വരന്റെ കുഞ്ഞാണേലും മരിച്ചാൽ ഉണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ
ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രായപൂർത്തിയാകുമ്പോൾ തിരിച്ചറിയാൻ പ്രായമായല്ലോ എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? അവരോട് സുവിശേഷം പറയാനായിട്ട് ഉത്സാഹിച്ചോണം. സ്തോത്രം. ഒരു രക്ഷാപരിജ്ഞാനത്തെ, അതാണ് രക്ഷാപരിജ്ഞാനം. പരിജ്ഞാനം വരണം. സ്തോത്രം. മാനസാന്തരം, മെറ്റാനോയ്യ. സ്തോത്രം. നോയ്യ, മെറ്റ മീൻസ് ആഫ്റ്റർവേർഡ്സ്, തറലി എന്നുള്ള അർത്ഥമാണ്. നോയ്യ ഈസ് ഐഡിയ, നോളജ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ശേഷം നടക്കേണ്ടതാണ് മാനസ അന്തരം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് അറിയാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അറിവുള്ളവരെ കുറിച്ച് ഭാരപ്പെട്ടാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. മുമ്പോട്ട് പോകുന്നപ്പോൾ ഈ സ്നാനം എന്നൊക്കെ പറഞ്ഞാൽ പഴയതിന് മരിച്ച് പുതിയതിന് ജീവിക്കുന്നതാണ്. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ: ഇസ്രായേൽ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നപ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവർ മിസ്രൈമി ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിച്ചത് അവിടെയാണ്. അതുവരെ മിസ്രൈമിന്റെ പുറകെ വന്നു. പക്ഷെ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മിസ്രൈമിന്റെ സ്വാധീനം അവരിൽ നിന്ന് മാറി. മിസ്രൈമി അധികാരത്തിൽ പൂർണ്ണമായി മാറി. സ്നാനം എന്ന് പറയുന്ന പഴയതിന് മരിച്ച് പരമാർത്ഥമായി നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും പാപപ്രവൃത്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ പരമാർത്ഥമായി നിങ്ങൾ സ്നാനത്തിൽ കർത്താവിനെ അനുസരിച്ച് ഇറങ്ങിയാൽ ദൈവം അതിൽ നിങ്ങളെ വിടുവിക്കും. സ്തോത്രം. സ്തോത്രം. ആ ഒരു രക്ഷ. ഇനി കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൽ അത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അതുകൊണ്ട് ഈ മേഘത്തിൽ സ്നാനമേറ്റു എന്നുള്ളത് കിടക്കുമ്പോൾ ഒരു ക്രൈസ്തവ സമൂഹം, പേര് പറഞ്ഞേക്കാം, അതായത് സാൽവേഷൻ ആർമി, വില്യം ബൂത്ത് എന്ന ഭക്തനായ ദേവദാസൻ സ്ഥാപിച്ച സാൽവേഷൻ ആർമി, അവർ പറയുന്നത് കൊടി ഇങ്ങനെ വെച്ചിട്ട് കൊടിയുടെ കീഴെ കൂടെ ഇങ്ങനെ കൊടി പിടിച്ചിട്ട് കൊടിയുടെ കീഴെ കൂടി ഇങ്ങനെ പോകുമ്പോൾ അതാണ് അവരുടെ സ്നാനം. എന്നിട്ട് അവർ അതിന് പറയുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ മേഘത്തിൽ അവർ സ്നാനമേറ്റില്ലേ, അതുകൊണ്ട് വെള്ളത്തിലായാലും മേഘത്തിലായാലും മതി, മേഘത്തിന് പകരം ഇവരിങ്ങനെ കൊടി ഇങ്ങനെ അവരുടെ കൊടി പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ആ മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറയുന്നത് ജലസ്നാനത്തെ സംബന്ധിച്ചല്ല. സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ ആ മേഘത്തിലെ സ്നാനം ആത്മസ്നാനമാണ് അർത്ഥമാക്കുന്നത്. സ്തോത്രം. മനസ്സിലായല്ലോ? ആത്മസ്നാനമാണ്. നമുക്കറിയാം, പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ലൂക്കോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ഒക്കെ നമുക്കത് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 10:2 നമുക്ക് ആ വാക്യം കാണുന്നത്. ആ മേഘത്തിലെ സ്നാനം എന്ന് പറയുന്നത് ആത്മസ്നാനമാണ്. കേട്ടി പറയാം. അതായത് വെള്ളത്തിൽ, സമുദ്രത്തിൽ കൂടെ അവരങ്ങ് കയറി ആ വെള്ളത്തിന്റെ ആ സാന്നിധ്യം അങ്ങ് പോയി. ഈ സമുദ്രത്തിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ സാന്നിധ്യം അങ്ങ് മാറി. പക്ഷേ മേഘത്തിൽ സ്നാനമേറ്റെങ്കിൽ ആ മേഘത്തിന്റെ സാന്നിധ്യം അവരുടെ യാത്രയിലുടനീളം അവരെ തുടർന്നിരുന്നു. ഇതാണ് ജലസ്നാനം. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ കഴിഞ്ഞു, അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ചില ആളുകളൊക്കെ അയ്യോ ഇത് തോർത്തിക്കളയാവും അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കയറി വന്നപ്പോൾ ഈ വെള്ളം ഒരു കുഴപ്പമില്ല, പനി പിടിക്കാതെ തോർത്തി കളയാം. ഓരോരുത്തരുടെ അവരുടെ ആ നിഷ്കളങ്കതയില്ല കേട്ടോ, തോർത്തിക്കളയാം. അപ്പൊ തോർത്തിക്കളയുമ്പോൾ ആ വെള്ളം മാറി. വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ സ്നാനജലത്തിന്റെ ആ സാന്നിധ്യം അവിടെ മാറി. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം ഇസ്രായേലിന് മേഘത്തിലുള്ള സ്നാനം താൽ നിദർശനപ്പെടുകയാണ്, അല്ലെങ്കിൽ സാദൃശീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. ആ മേഘം അവരെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതുപോലെ ആത്മസ്നാനം പ്രാപിക്കുന്ന വ്യക്തിയെ ആത്മസ്നാനാനുഭവം തന്റെ ജീവകാലം മുഴുവൻ തുടരുകയാണ്, അവൻ ബോധപൂർവം പാപത്തിലേക്ക് വഴി പോകുന്നില്ലെങ്കിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ സമുദ്രത്തിൽ സ്നാനമേറ്റു എന്നുള്ളത് ജലസ്നാനത്തിനും മേഘത്തിൽ സ്നാനമേറ്റു എന്നുള്ളത് ആത്മസ്നാനത്തിനുമാണ് സാദൃശ്യമായിരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാമല്ലോ, നോഹയുടെ വെള്ളങ്ങളാണ് സ്നാനത്തിന് മറ്റൊരു നിഴലായി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഈ പെട്ടകത്തിൽ നിന്ന് ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഭൂമിയിലേക്ക് അവരിറങ്ങിയത് അല്ലേ, പിളർന്ന ഭൂമി. സ്തോത്രം. അതിനെക്കുറിച്ച് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്ന ഭൂമി അവിടെ പിളരുകയായിരുന്നു. പിളർന്ന ഭൂമിയിലേക്കാണ് അവർ പിന്നെ ഇറങ്ങുന്നത്. പുതിയൊരു ഭൂമി, ഇതുപോലൊരു പുതിയ ജീവിതത്തിനായി, വേർപാടിന്റെ പുതിയ ജീവിതത്തിനായി. സ്തോത്രം. മനസ്സിലായില്ലേ? മുമ്പ് അനുഭവിച്ചിരുന്നതല്ലാതെ ഒരു വേർപാടിന്റെ പുതിയ വിശുദ്ധ ജീവിതത്തിനായാണ് സ്നാനശേഷം ഒരാൾ, സ്തോത്രം, തന്നെ ഏൽപ്പിക്കുന്നത്. സ്തോത്രം. പഴയതിന് മരിച്ചു, പുതിയതിന്
ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സ്തോത്രം പ്രധാനപ്പെട്ട നിഴലാണത്, മറക്കരുത്. സ്തോത്രം. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഇത്രയൊക്കെ ആവുമ്പോൾ നമുക്ക് പറയാം രക്ഷയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു, പാപത്തിന് ശിക്ഷ കഴിഞ്ഞു. സ്തോത്രം. പക്ഷേ അത് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുക. സ്തോത്രം. രണ്ടാം ഘട്ടത്തിലേക്ക്. ഒന്നാം ഘട്ടം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ രണ്ടാം ഘട്ടം പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. അതാണ് വിശുദ്ധീകരണം. നമ്മൾ കഴിഞ്ഞൊരു ദിവസം അതിനെ സൂചിപ്പിച്ചു, പിന്നെ വേറെ ഇങ്ങനെ അങ്ങ് പോയി. വിശുദ്ധീകരണം. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷാപൂർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ രണ്ടാം ഘട്ടമായ വിശുദ്ധീകരണം. എന്താണ് ഈ വിശുദ്ധീകരണം? പറയാം. തിരുവെഴുത്തിൽ 3 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. 3 പദങ്ങളാണ്. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുള്ളത് പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്, ഇങ്ങനെ ഡിഗ്രികളുടെ വ്യത്യാസം അനുസരിച്ചായിരിക്കും. അല്ല, അങ്ങനല്ല. പരസ്പരം ബന്ധമുള്ളതാ. അറിയാമല്ലോ, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നല്ലത്, ഏറെ നല്ലത്, ഏറ്റവും നല്ലത്. അതുപോലെ ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. അങ്ങനല്ല, പരസ്പരം ബന്ധമുണ്ടെങ്കിലും 3 അർത്ഥമാണിത്. സ്തോത്രം. അതിന് മൂലകൃതിയിലും 3 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂലകൃതിയിലെ പദങ്ങളും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഹഗ്നോസ്, ഹാഗിയോസ്, ഹോസിയോസ്. ഇതാണ് 3 പദങ്ങൾ. ഹഗ്നോസ് എന്ന് പറഞ്ഞാൽ ശുദ്ധം, ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധം, ഹോസിയോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. സ്തോത്രം. ഈ ഹഗ്നോസ് എന്ന ശുദ്ധമാണ്. അതിന്റെ അർത്ഥം വെടിപ്പുള്ളതെന്നേ ഉള്ളൂ, വെടിപ്പുള്ളത്. എന്നാൽ വിശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളതെന്ന് മാത്രമല്ല, ഒരു കാര്യത്തിനായി മാറ്റിവെക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കാര്യത്തിനായി മാറ്റിവെക്കപ്പെട്ടത്. നമ്മൾ വിശുദ്ധന്മാരാണെന്നും വിശുദ്ധീകരണത്തിൽ തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടവരാണെന്നാണ്. പഴയതിന് മരിച്ചു. ശബ്ദം കൂടി പോകുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ, ശ്രദ്ധിക്കണേ. പഴയതിന് മരിച്ചു. ഞാൻ ലോകത്തിന് മരിച്ചു, പാപത്തിന് മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനാ. സ്തോത്രം. ഒരുവനായി മാത്രം, ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വ്യക്തമാക്കാം. ശുദ്ധം എന്നുള്ളതിന്റെ ഉള്ളത് വെടിപ്പുള്ളതെന്നേ ഉള്ളതിന്റെ അർത്ഥം. വെടിപ്പുള്ളത്, വെടിപ്പുള്ളത്, അഴുക്കില്ലാത്തത്. അതിന്റെ ഓപ്പോസിറ്റാണ് അശുദ്ധം. ശുദ്ധം എന്നതിന്റെ ഓപ്പോസിറ്റാണ് അശുദ്ധം. എന്നാൽ വിശുദ്ധം എന്നതിന്റെ ഓപ്പോസിറ്റ് അശുദ്ധമെന്നല്ല, സാമാന്യം എന്നാണ്. വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യെഹെസ്കേൽ 44:23. വേഗം വായിക്കണേ. യെഹെസ്കേൽ 44:23. അതുപോലെ 1 ശമൂവേൽ 21:4 കൂടെ വായിച്ചാട്ടെ. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ചു. മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. കേട്ടോ, 4 പദങ്ങൾ അവിടെ ഉണ്ട്. വിശുദ്ധമായതിനും എതിർപദം എന്താണ്? സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിനെ അറിയിച്ച്. അടുത്ത 2 പദങ്ങൾ മലിനമായതും നിർമ്മലമായതും. മലിനവും നിർമ്മലവുമാണ് ശുദ്ധവും അശുദ്ധവും. സ്തോത്രം. ശുദ്ധവും അശുദ്ധവും. ശുദ്ധിയുള്ളതെന്ന് പറഞ്ഞാൽ അതൊരവസ്ഥയാണ്. നമുക്കറിയാമല്ലോ, ശുദ്ധിയുള്ള പക്ഷി, ശുദ്ധിയുള്ള മൃഗങ്ങൾ. ലേവ്യ പുസ്തകത്തിലുണ്ട്. ശുദ്ധിയുള്ള പക്ഷി, മൃഗങ്ങളൊക്കെ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വെടിപ്പുള്ളത്, മുൻകഷണ്ടിയുള്ളവൻ, ശുദ്ധിയുള്ളവൻ, അങ്ങനെ അറിയാമല്ലോ. അത് അതിന്റെ ഓപ്പോസിറ്റ് അശുദ്ധം, അശുദ്ധ പക്ഷികൾ. എന്നാൽ വിശുദ്ധം എന്നതിന്റെ എതിർപദം എന്താണ്? സാമാന്യം. ഈ വാക്യം ഒന്ന് വായിച്ചു. 1 ശമൂവേൽ 21:4 ഒന്നുകൂടെ വ്യക്തമാകും. വായിച്ചാട്ടെ. കണ്ടോ, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശം ഇല്ല. സ്തോത്രം. അപ്പോൾ വിശുദ്ധം എന്നതിന്റെ എതിർപദം എന്താണ്? സാമാന്യം. നമ്മൾ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാമാന്യക്കാരല്ലെന്നാ. സ്തോത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ഒരു കാര്യത്തിനായി മാത്രം മാറ്റി വെച്ചിരിക്കുക.
എന്നാൽ സാമാന്യം എന്ന് പറഞ്ഞാൽ എന്തിനും സൗകര്യം പോലെ ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സഭയിൽ കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അത് ശുശ്രൂഷകന്മാർ ഒരു അരമാലിലോ വല്ലതും എടുത്ത് വെച്ച് പൂട്ടും. അത് വൃത്തിയായിട്ട് വേറെ മാറ്റി വെച്ചിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ സഭയിൽ കുറേ ആളുകളെല്ലാം കൂടി ഒരു ദിവസം ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ തീരുമാനിച്ചപ്പം വെള്ളമൊക്കെ കുടിക്കാൻ പാത്രങ്ങൾ വേണമല്ലോ. അതിനോട്ട് പോയി ഒരു 3 ഡസൻ ഗ്ലാസ് മേടിച്ചോണ്ട് വന്ന് സങ്കല്പിക്കുക. മേടിച്ചോണ്ട് വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ദേ കർത്തൃമേശയ്ക്ക് ഒരു 2 ഗ്ലാസും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പം കൊടുക്കാൻ ഒക്കുമല്ലോ എന്ന് പറഞ്ഞു. അതിനെന്താ പാസ്റ്റർ, ഇതേ 2 അങ്ങോട്ട് എടുത്തു. അപ്പോൾ പാസ്റ്റർ ആ 2 ഗ്ലാസ് അതിനകത്തുനിന്ന് എടുത്ത് ഈ മാറ്റി വെച്ച ഗ്ലാസിൻ്റെ കൂടെ വെച്ചു. ഒരു കാര്യത്തിനായി മാത്രം അത് എന്ത് ചെയ്തു? മാറ്റി വെച്ചു. ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ബാക്കി 34 ഗ്ലാസ് കഴുകി അന്ന് എല്ലാവർക്കും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓരോ കപ്പ് ചായ കൊടുത്തു. 2ാമത്തെ ദിവസം പകൽ യോഗം കഴിഞ്ഞപ്പം നാരങ്ങ വെള്ളം കൊടുത്തു. അന്ന് വൈകിട്ട് എല്ലാവർക്കും കട്ടൻ കാപ്പി കൊടുത്തു. പിറ്റേ ദിവസം അതിനകത്ത് ജീരകവെള്ളം കൊടുത്തു. അന്ന് വൈകിട്ട് അതിനകത്ത് കട്ടൻ ചായ കൊടുത്തു. പിറ്റേന്ന് അതിനകത്ത് കരിങ്ങാലി വെള്ളം കൊടുത്തു. സൗകര്യം പോലെ എന്തിനും ബാക്കി 34 ഗ്ലാസ് ഉപയോഗിക്കുക. ഈ മാറ്റി വെച്ചത് ഒരു കാര്യത്തിനേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്തിനാ? കർത്തൃമേശയ്ക്ക് വീഞ്ഞെടുക്കാൻ മാത്രം മാറ്റി വെച്ചിരിക്കുക. ഇതാണ് വിശുദ്ധം എന്നതിൻ്റെ ആശയം എന്ന് സങ്കല്പിച്ച് അങ്ങനെ ഇരിക്കുമ്പം മാസയോഗം വന്നു. ഉപവാസപാത ഒടുവിൽ ദിവസം മാസയോഗ ഡിസ്ട്രിക്ട് പാസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഊണുണ്ട്. ഊണ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ വെള്ളം ചോദിച്ചപ്പം ഗ്ലാസ് എല്ലാം അവിടെ ആയിപ്പോയി, കൊടുക്കാനില്ല. ഉടനെ ആരും പാസ്റ്റേ ആ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തു, നമുക്ക് പിന്നെ എടുത്ത് വെക്കാം. പാസ്റ്റർ അപ്പോഴേ ആ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തു കൊടുത്തു. അത് കഴുകി ദൈവദാസന്മാർക്ക് വെള്ളം കൊടുത്തു. ഗ്ലാസ് പറക്കാൻ വന്നവരത് വാരിയിട്ട് ഒന്നിച്ചങ്ങ് കൊണ്ടുപോയി. മനസ്സിലായില്ലേ? പിന്നെ അത് ഏതാന്ന് അറിയാൻ മേലെ അത് കൂട്ടത്തിൽ അങ്ങ് പോയി. കണ്ടോ? ഒരു കാര്യത്തിനായി വേർതിരിച്ചു വെച്ചിരുന്നത് ആ വേർതിരിവ് മാറിയപ്പോൾ അതിൻ്റെ അവസ്ഥ മാറി. മനസ്സിലായില്ലേ? അപ്പോൾ വിശുദ്ധം എന്ന് പറഞ്ഞാൽ വേർപാട് കൊണ്ടാണ് നിലനിൽക്കുന്നത്. വേർപാടും വിശുദ്ധിയും. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയായി വന്നു കഴിഞ്ഞപ്പോൾ അവര് ചോദിക്കുന്നതിന് മറുപടിയായി പൗലോസ് പറയുന്ന വാക്കുകളുണ്ട്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി പറയുന്ന ആ കാര്യത്തിൽ സഭയ്ക്കുള്ള 7 അടിസ്ഥാന ഉപദേശങ്ങളോട് കൊടുക്കുന്ന കൂട്ടത്തിൽ പൗലോസ് പറയുകയാണ്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. 40-ാമത്തെ വാക്യം നോക്കണേ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഈ വക്രതയുള്ള തലമുറ നിങ്ങൾ വേർപെട്ടിരിക്കണം. നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. സ്തോത്രം. ഹാഗിയോസ് ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവയ്ക്കപ്പെട്ടവരാണ്. അത് രക്ഷയുടെ 2ാം ഘട്ടമാണെന്ന് മറക്കരുത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. രക്ഷയുടെ 2ാം ഘട്ടമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അഴുക്ക് കളയുക എന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സങ്കല്പിച്ചേ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആത്മീയ വിവേചനാപരമുള്ള ഒരാളിപ്പോൾ എന്നോട്, തോമസ് ബ്രദർ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ വാൾ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ബാക്കി എൻ്റെ ക്ലാസ് കേൾക്കുമെന്ന് അറിയാൻ മേല. നിങ്ങളെന്താ വിചാരിക്കും? ഞാൻ ഗുരുത്തക്കേട് കാണിച്ചാന്ന് വിചാരിക്കും, ഇല്ലേ? അപ്പോൾ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ ഇത്? അഴുക്ക് കളയുക എന്നാണ് സാധാരണ വിചാരിക്കുന്നത്. അതല്ല, അത് ശുദ്ധീകരിക്കുക. മനസ്സിലായില്ലേ? വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാറ്റിവെക്കുക. അതുകൊണ്ട് ഇത് വായിച്ച് യോഹന്നാൻ 17:19 യേശു പറഞ്ഞ വാക്കുകൾ. അതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധാരണ ചെല്ലുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 17:19 വായിച്ചാട്ടെ. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടത്. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിത പ്രാർത്ഥനയാണ്. അതിൽ പറയുകയാണ്, ഇവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ട. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ വിശുദ്ധീകരണം അഴുക്ക് കളയുന്നതാണെങ്കിൽ യേശുവിന് കളയാൻ അഴുക്കുമല്ലോ ഉണ്ടായിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തോ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞേ? ഒരു കാര്യത്തിനായി ഞാനിതാ എന്നെ തന്നെ മാറ്റിവെക്കുന്നു. സ്തോത്രം. ഒരു സാദൃശ്യം പറയാം. മിസ്രയീമിൽ ആബീബ് മാസം എന്ന 1-ാം മാസം 10-ാം തീയതി ഓരോ ഇസ്രായേലിലെ വീട്ടുകാരും ഓരോ ആടിനെ മാറ്റിക്കെട്ടാൻ കൽപ്പന കൊടുത്തു.
1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആണാടിനെ ഓരോ വീട്ടുകാരും മാറ്റിക്കെട്ടി. 14-ാം തീയതി വരെ ആടിനെ മാറ്റിക്കെട്ടിയിരുന്നു. ആടിനോടൊപ്പം പിറന്ന മറ്റാട്ടിൻകുട്ടികൾ തള്ളയുടെ പാലും കുടിച്ച് പുല്ലും തിന്ന് തുള്ളിച്ചാടി ഓടി നടക്കുമ്പോൾ ഈ ഒരു ആടിനെ മാറ്റിക്കെട്ടിയിരിക്കുക. അത് കഴുത്തും താഴ്ത്തി കുറ്റിച്ചോട്ടിൽ ഇങ്ങനെ നിൽക്കുക. ആരാനും ചോദിച്ചെന്നിരിക്കട്ടെ, ഇതെന്തിനാ ഇതിനെ കെട്ടിയിട്ടേക്കുന്നത്? മറുപടി, ഇതിനെ കെട്ടിയിട്ടിരിക്കുന്നതോ ഇതിനെ അറുക്കാനായി മാറ്റി നിർത്തിയിരിക്കുക, കൊല്ലാനായി മാറ്റി നിർത്തിയിരിക്കുക. നോക്കണേ, ആ മാറ്റി നിർത്ത 4 ദിവസം തുടർന്നു. 14-ാം തീയതി സന്ധ്യാസമയത്ത് എല്ലാ ഇസ്രായേലിലെ വീടുകളിലും ഈ ആടിനെ കൊല്ലുകയാണ്. ഇത് യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കാണുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇവിടെ കണ്ടോ, അറുക്കപ്പെടുന്നതിന് മുമ്പ് 4 ദിവസം ഈ ആട് മാറി നിന്നു. ഇതുപോലെ കാലത്തിന്റെ തികവിങ്കൽ കാൽവറിയിൽ അറുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷാൽ പെസഹ കുഞ്ഞാട് 4000 വർഷം ഒരുങ്ങി മാറി നിൽക്കുകയാണ്. സ്തോത്രം. ആദാമിന്റെ പാപശേഷം 4000 വർഷം കഴിഞ്ഞപ്പോഴാണ് കാൽവറി. ദൈവിക കണക്കിൽ 1000 സംവത്സരം ഒരു ദിവസമാണ്. സ്തോത്രം. ഇവിടെ മിസ്രയീമിലെ ആട് 4 ദിവസം മാറി നിന്നെങ്കിൽ, സ്തോത്രം, സാക്ഷാൽ പെസഹ കുഞ്ഞാട് നമ്മുടെ കണക്കിലെ 4000 വർഷം, ദൈവത്തിന്റെ കണക്കിലെ 4 ദിവസം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യാഗമാകുവാൻ മാറി നിൽക്കുകയായിരുന്നു. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. ലോകസ്ഥാപനം മുതൽ അവൻ അറുക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ 4000 വർഷത്തെ കാത്തുനിൽപ്പ്, അതിനായി തന്നെ അവൻ മാറി നിന്നപ്പോൾ കർത്താവിയോട് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നു. അങ്ങനല്ലേ? അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ. സ്തോത്രം. എനിക്ക് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എൻ്റെ കർത്താവ്, സ്തോത്രം, ആദാമ്യവർഗത്തിന്റെ പാപം മുതൽ ഈ ഒരു കാര്യത്തിനായി മാത്രമേ ശ്രദ്ധ കൊടുത്തുള്ളൂ. മറ്റൊരു കാര്യവുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. മനുഷ്യന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവും തിരുവെഴുത്തിലില്ല. സ്തോത്രം. ആദാമിന്റെ പാപം മുതൽ ദൈവത്തിന്റെ കാര്യപരിപാടി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മുഴുവൻ കാൽവറിയുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. ആ ഒരു കാര്യത്തിനായി തന്നെ മാറ്റിവെച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മളും എന്തു ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏൽപ്പിക്കപ്പെട്ടതുപോലെ നമ്മളെ മാറ്റിവെക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്താലും അത് ദൈവത്തിന് മഹത്വമായിരിക്കണം. സ്തോത്രം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 10:31. 1 Corinthians 10:31. കേട്ടോ? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, സ്തോത്രം, എന്ത് ചെയ്താലും അതെന്തിനായിരിക്കണം? ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 2:20 കൂടെ ഒന്ന് വായിച്ചേ. അതുപോലെ ഫിലിപ്പിയർ 1:21 കൂടെ ഒന്ന് വായിച്ചാട്ടെ, നമുക്കത് ഒന്ന് ഉറക്കട്ടെ മനസ്സിൽ. സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. കേട്ടോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. സ്തോത്രം. ഫിലിപ്പിയർ 1:21. ഓ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ എന്നെ ഇതാ മാറ്റിവെച്ചിരിക്കുക. സ്തോത്രം.
അതാണ് തീത്തോസ് 2:14 വായിക്കുമ്പോൾ. ഒന്ന് വായിച്ചാട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. തീത്തോസ് 2. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സ്തോത്രം. കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഇങ്ങ് തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൽ കുറഞ്ഞതൊന്നും കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു, നഷ്ടപ്പെട്ടവരായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു. സ്തോത്രം. അവന്റെ മരണം നമ്മുടെ മരണമാണെങ്കിൽ ഇനി നമ്മൾ ജീവിക്കുന്നത് അവന് വേണ്ടിയായിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെയല്ലേ പൗലോസ് പറയുന്നതാണല്ലോ 1 കൊരിന്ത്യർ 10 പറഞ്ഞല്ലോ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും വസ്ത്രം ധരിച്ചാലും അലങ്കാരങ്ങൾ അണിഞ്ഞാലും വിനോദങ്ങളിൽ ഏർപ്പെട്ടാലും കൂട്ടുകെട്ടുണ്ടാക്കിയാലും ഒരു വാക്ക് പറഞ്ഞാലും ഒരിടത്ത് പോയാലും ഒരു പ്രതികരണമുണ്ടായാലും, ചുരുക്കി പറഞ്ഞാൽ ജീവിച്ചാലും മരിച്ചാലും അത് ദൈവത്തിന് മഹത്വത്തിനായി നമ്മളെ ഏൽപ്പിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിൽ കുറഞ്ഞതൊന്നും കൊണ്ട് വിശുദ്ധീകരണമാകില്ല. വിശുദ്ധീകരണത്തിന് ആവശ്യം എന്താണെന്നറിയാമോ? കാരണം പാപപ്രകൃതം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ ആവശ്യം ഞാൻ പറയുകയാണ്. സ്തോത്രം. പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞുപോയി. പക്ഷേ പാപത്തിന്റെ പ്രകൃതം നമ്മളിൽ ഇരിക്കുക. പാപപ്രകൃതം നമ്മളിലുണ്ട്. ആ പാപപ്രകൃതം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് പാപപ്രകൃതത്തിന് കീഴ്പ്പെടാതെ പാപത്തിന്റെ ശക്തിക്ക് മീതേ നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതിനാണ് നമ്മൾ നമ്മളെ വിശുദ്ധീകരിക്കേണ്ടത്. അത് നമ്മൾ ബോധപൂർവം പരിശുദ്ധാത്മാവിനാൽ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. അപ്പോൾ ഹാഗിയോസ്, ഒരു കാര്യം ഹോസിയോസും കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. സ്തോത്രം. ഹഗ്നോസ് എന്ന് പറഞ്ഞ ശുദ്ധം, ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധം, ഹോസിയോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. ഈ പരിശുദ്ധം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ള വെളിപ്പാട് 15:4 വായിച്ചാണ്. ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷമാണ്. തിരുവെഴുത്തിൽ ദൈവത്തെക്കുറിച്ച് മാത്രമേ ഹോസിയോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നീയല്ലോ ഏക പരിശുദ്ധൻ. വേദപുസ്തകത്തിൽ മലയാളം ബൈബിളിൽ നല്ല സൂപ്പർ തർജ്ജമയാണ് മലയാളം. സന്തോഷമുണ്ട്. ദൈവത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. മൂലകൃതിയിലും അങ്ങനെയുള്ളൂ. English is comparatively a weaker language. Don't get offended because I think people they are more inclined to use that language, but it's comparatively, linguistically speaking, it is a weaker language than Malayalam is. You know, the power of a language is decided by its ability to contain and convey idea clearly and precisely. In that, English is far below Malayalam. Don't get offended. We can prove it. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് തെളിയിക്കാം. സ്തോത്രം. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. സോ see, Malayalam translation is very, very good comparatively. സ്ഖലിതങ്ങളൊക്കെ കടന്നു വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി താരതമ്യേന വളരെ നല്ല പുസ്തകമാണ്, വളരെ നല്ല തർജ്ജമയായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ബൈബിളിൽ ഒരിക്കൽ പോലും ദൈവത്തെക്കുറിച്ചല്ലാതെ പരിശുദ്ധനെന്ന് ഉപയോഗിച്ചിട്ടില്ല. മൂലകൃതിയിലും അങ്ങനെ തന്നെ. ഹോസിയോസ് എന്നത് ദൈവത്തിന് മാത്രമുള്ള നീയല്ലോ ഏക പരിശുദ്ധൻ. സ്തോത്രം. അതുകൊണ്ട് ആരെയും പരിശുദ്ധൻ, നമ്മളാരും പരിശുദ്ധന്മാരാകില്ല. നമുക്ക് ആരാകാനേ കഴിയുള്ളൂ? വിശുദ്ധന്മാർ. ഈ ഹോസിയോസ് എന്നുള്ള പദം ക്രൈസ്തവ സമൂഹത്തിന് സുപരിചിതമാണല്ലോ, അറിയാമല്ലോ. മേപ്പട്ടക്കാരെ വാഴിക്കുമ്പോൾ, അറിയത്തില്ലേ? മേപ്പട്ടക്കാരെ വാഴിക്കുമ്പോൾ അവരെ ഒരു ഇരിപ്പിടത്തിൽ, ഒരു സിംഹാസനം പോലുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് പട്ടക്കാരെല്ലാം കൂടെ വന്ന്
അവരെ പൊക്കിയെടുക്കും. ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് പ്ലീസ്, ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ. അവരെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് 3 പ്രാവശ്യം ഉയർത്തും. ഹോസിയോസ് താഴ്ത്തും, ഹോസിയോസ് താഴ്ത്തും. 3-ാം പ്രാവശ്യം ഹോസിയോസ് എന്ന് വളരെ ഔപചാരികമായി വിളിക്കും. അങ്ങനെ 3 പ്രാവശ്യം അവരെ ഉയർത്തി ഹോസിയോസ് എന്ന് വിളിച്ചു കഴിഞ്ഞാണ്, അതാണ് ആ ചടങ്ങിന്റെ ഏറ്റവും പ്രധാന ഭാഗം. എന്നിട്ട് പിന്നെ ഇവരെ പരിശുദ്ധ സുവാൻസോ എന്ന് പറയും. ദാറ്റ്സ് അൺബിബ്ലിക്കൽ പ്ലീസ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒഫൻഡഡ് ആയോ? മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞാണ്. ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് പ്ലീസ്. സ്തോത്രം. നമ്മളും ചിലപ്പോൾ അയാൾ വലിയ പരിശുദ്ധനാണ്. നമ്മളാരും പരിശുദ്ധന്മാരല്ല. ദൈവം മാത്രമേ ആരുള്ളൂ പരിശുദ്ധനുള്ളൂ. നമ്മൾ വിശുദ്ധന്മാരാ. ഈ വിശുദ്ധിയും പരിശുദ്ധിയും നമ്മളുടെ വ്യത്യാസം ഒരു ചെറിയ കാര്യം പറഞ്ഞേക്കാം. ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതാണ്. വേർപാട് നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും? വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പരിശുദ്ധി അങ്ങനെ നഷ്ടപ്പെടുന്നതല്ല. അത് ദൈവത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേകമായ പ്രകൃതമാണ്. ദാറ്റ്സ് ദ ഗോഡ്ലി നേച്ചർ, എക്സ്ക്ലൂസീവ്ലി റിമൈനിങ് ഇൻ ഗാഡ്. അത് വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതല്ല. ഉദാഹരണം പറയാം. യേശുക്രിസ്തു ജഡത്തിൽ ഇവിടെ പാർത്ത് ശുശ്രൂഷിച്ചിരുന്നപ്പോൾ ന്യായപ്രമാണം നിലവിലുണ്ടല്ലോ. ന്യായപ്രമാണ പ്രകാരം ഒരു കുഷ്ഠരോഗിയെ ഒരാൾ തൊട്ടവൻ അശുദ്ധനാവും. അപ്പോൾ കുഷ്ഠരോഗിയിൽ നിന്ന് ഒരകലം പാലിച്ചോണം. കുഷ്ഠരോഗിയിൽ നിന്ന് അകലം പാലിച്ചില്ലെങ്കിൽ, വേർപാട് പാലിച്ചില്ലെങ്കിൽ അവൻ അശുദ്ധനാവും. എന്നാൽ എന്റെ കർത്താവ് സ്തോത്രം കുഷ്ഠരോഗിയെ സ്പർശിച്ചു. ഒരു തർജ്ജമയിൽ പറയുന്നത് ആശ്ലേഷിച്ചെന്ന്. കുഷ്ഠരോഗി ശുദ്ധനാകുകയാണ്, യേശു അശുദ്ധനാകുകയല്ല. സ്തോത്രം. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതാണ്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഹറന്റ്, ദൈവത്തിൽ തന്നെ നിലനിൽക്കുന്ന സ്തോത്രം ഒരു ഗുണവിശേഷമാണ്. സ്തോത്രം. ഇറ്റ് ഈസ് എ പോസിറ്റീവ് മീൻസ് നേച്ചർ ഓഫ് ഗാഡ്. ഇൻവയലബിൾ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, മാറ്റപ്പെടാൻ കഴിയാത്ത, നഷ്ടപ്പെടാൻ കഴിയാത്ത. ഇറ്റ്സ് ആൻ ഇൻവയലബിൾ, ഇൻഹറന്റ്, എക്സ്ക്ലൂസീവ്, ഡിവൈൻ നേച്ചർ റിമൈനിങ് ഇൻ ഗാഡ്. സ്തോത്രം. അത് ഇൻവയലബിൾ ആണ്. സ്തോത്രം. അതാർക്കും ഇല്ല വേറെ, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വേർപാട് പാലിച്ചോണം. സ്തോത്രം. അപ്പോൾ നമ്മൾ സാമാന്യക്കാരല്ല. വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം. സാമാന്യമായതിന് കീഴ്പ്പെടരുത്. കേട്ടെ, പലതും അതിൽ തന്നെ തിന്മയല്ല. Many things are not inherently evil in itself. അതിൽ തന്നെ അതെന്തല്ല, തിന്മയല്ല. ബട്ട് എന്നാൽ അത് നമ്മളെ നിലവാരത്തിൽ നിന്ന് വലിച്ചു താഴ്ത്തുന്നെങ്കിൽ, നമ്മളെ സാധാരണക്കാരന്റെ നിലയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ നമ്മുടെ വിശേഷത പോയി. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. പലതും അതിൽ തന്നെ തിന്മയല്ല, പക്ഷേ അത് നമ്മളെ നിലവാരത്തിൽ നിന്ന് വലിച്ചു താഴ്ത്തുന്നെങ്കിൽ, സ്തോത്രം, ഒരിക്കലും നമുക്കത് യോഗ്യമല്ല. നമ്മൾ വിശേഷതയുള്ളവരാണ്. നമുക്കറിയാമല്ലോ, ശിംശോനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. ശിംശോൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഇന്ന പോലെ ചെയ്താൽ എൻ്റെ ശക്തി ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും. ആരാകും? ശേഷം മനുഷ്യനെ പോലെ. സ്തോത്രം. കോമൺ പ്ലേസ്. No, we should not stoop to that level. We are somebody special, set apart for God. ഹല്ലേലൂയ. വിശുദ്ധന്മാരാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇനി ലോകത്തെ പ്രസാദിപ്പിക്കുന്നവരാകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. സ്തോത്രം. ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ ക്ലാഷ് ചെയ്യുമ്പോൾ, രണ്ടാമതൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ ദൈവഹിതത്തിനായി ഏൽപ്പിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് രാത്രി
നമ്മുടെ അവസ്ഥയൊക്കെ പരിശോധിക്കണം. സ്തോത്രം. വിശുദ്ധന്മാരാണ്. ഞാൻ സാധാരണക്കാരന്റെ നിലയിലേക്ക് തരം താഴാൻ പാടില്ലാത്തതാകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന്റെ പ്രതീക്ഷ എന്ത് വലുതാ. നമ്മൾ കണ്ടില്ലേ, അനാദിയിലെ നിർണയം മറക്കല്ല്. കർത്താവിനായി മാത്രം വേർതിരിക്കപ്പെട്ട അവസ്ഥയായിരിക്കണം. മറ്റൊന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇത് മണവാളനും മണവാട്ടിയും എന്നുള്ളതാണല്ലോ സാദൃശ്യം. ഈ ക്രിസ്തുവും സഭയും നമ്മളുടെ സാദൃശ്യം എന്താണ്? മണവാളനും മണവാട്ടിയുമാണല്ലോ. നമുക്ക് ആ എക്സ്ക്ലൂസിവിറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയും. അറിഞ്ഞില്ലെന്ന് ആർക്കും പറയാൻ ഒക്കൂല. എക്സ്ക്ലൂസിവിറ്റി. ഒരു മണവാളിനും മണവാട്ടിയും നമ്മളുടെ ബന്ധത്തിൽ അത് എക്സ്ക്ലൂസീവ് അല്ലേ? എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഒന്ന് വെറും ഒരു സങ്കല്പം പറയാം. ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, NRI ഫാമിലി, സപ്പോസ് ബോത്ത് ആർ ബോൺ ആൻഡ് ബ്രോട്ട് അബൌട്ട് സൈഡ് ഇന്ത്യ ആൻഡ് യുനോ. അങ്ങനെ ചെറുക്കനും പെണ്ണും രണ്ട് കുടുംബക്കാർ നമ്മൾ കല്യാണം എല്ലാം നിശ്ചയിച്ചു. കല്യാണമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ സപ്പോസ് ഒരു ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ചെക്കൻ്റെ വീട്ടിലെ അമ്മയൊന്ന് വിളിച്ചു. ഒരു മോനോട് എന്തോ ഒരു കാര്യം പ്രത്യേകം പറയാണ്ട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയണേ എന്ന് പറഞ്ഞു. സപ്പോസ് അപ്പം നിശ്ചയിക്കപ്പെട്ട ദിവസം വരൻ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു. ചെന്നു വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരവർക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കേണ്ട അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പം അവരും പിന്നെ ഇച്ചിരി നല്ല കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞേച്ച് കുറച്ച് കഴിയുമ്പോൾ ചക്കൻ ചോദിച്ചു, എന്തോ പ്രത്യേക കാര്യം പറയാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളോ, അത് വലിയ പ്രത്യേകമായതുകൊണ്ട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഐ കൺസിഡർ മൈസെൽഫ് ബ്ലെസ്ഡ് ആൻഡ് പ്രിവിലേജ്ഡ് by this alliance, love you more than anybody else. മറ്റാരേക്കാളും എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, ഇതൊരു ഭാഗ്യമാണ് ഞാൻ കണക്ക് കൂട്ടുന്നു. അങ്ങനെ വലിയ കാര്യമൊക്കെ പറഞ്ഞേച്ചേ. പക്ഷെ എനിക്ക് ഒരു ചെറിയൊരു ഫേവർ നിങ്ങൾ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് യു ടു ഡു മീ എ ഫേവർ. എന്താ പറഞ്ഞാട്ടെ? അതെ, ആണ്ടിൽ 365 ദിവസം ഉണ്ടല്ലോ. ഉണ്ട്, അതെ അതെ. അതിന് 365 ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകാം. പക്ഷെ ഒരാണ്ടിൽ 6 മണിക്കൂർ, ഒരു 1/4 ദിവസം എൻ്റെ ഒരു പഴയ സ്നേഹിതനുണ്ട്. ജസ്റ്റ് പുള്ളിക്കാരൻ്റെ കൂടെ ഇൻ ബ്രോഡ് ഡേ ലൈറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗോ ആൻഡ് ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷോപ്പിംഗ്. അതിന് എന്നെ അനുവദിക്കുമോ? വെറും ഒരു സങ്കല്പത്തിലേതാ. നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിൽ കൊണ്ട് തരാൻ വേണ്ടി ഞാൻ പറയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങളാണ് ആ മണവാളനെങ്കിൽ എന്ത് മറുപടി പറയും? 365 ദിവസം എൻ്റെ കൂടെ കിടന്നിട്ടേ ഇനിയിപ്പോൾ ആണ്ടിലൊരു 6 മണിക്കൂർ ഇൻ ബ്രോഡ് ഡേ ലൈറ്റ് യു ആർ ഗോയിങ് ഫോർ as a souvenir of that old friendship. Never mind, go ahead. പറയുമോ? No. നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. ഞാനാണെങ്കിൽ പറയാം, എൻ്റെ പൊന്നു കുഞ്ഞൊരു ഉപകാരം ചെയ്യണം, 365 കൂടെ അങ്ങ് പോയി കിട്ടിയാൽ പ്ലീസ് ലീവ് മീ അലോൺ. അപ്പൊ നമ്മൾ ഇത്രയും എക്സ്ക്ലൂസിവിറ്റി നമ്മുടെ മണവാട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ, സ്തോത്രം, എവ്രി മോമെന്റ്, എവ്രി ഡീറ്റെയിൽ ഓഫ് അവർ ലൈഫ് ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ടു ഗാഡ്. സ്തോത്രം. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവം, കേരളക്കരയിലൊക്കെ ഇതെന്ത് ഗൗരവത്തോടെ. എനിക്കറിയാം, ഒരു സംഭവം അറിയാം. ഈ പെൺപിള്ളേർക്കൊക്കെ കല്യാണപ്രായമൊക്കെ ആകുമ്പോൾ തന്നെ പല ആളുകളോടും ബന്ധുക്കളോടും ഒക്കെ പറയുമല്ലോ, ഗേൾ ഈസ്, കുഞ്ഞിന് വേണ്ടി എവിടെയെങ്കിലും യോഗ്യമായ കല്യാണം ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അവിടുന്ന് വടക്കൻ തിരുവിതാംകൂറിൽ മീൻസ് വടക്ക് മലബാറൻ ഭാഗങ്ങളിൽ കുടിയേറിപ്പോയ അവരുടെ ഒരു ബന്ധു ഒരു കല്യാണത്തിൽ വെച്ച് കണ്ടപ്പോൾ ഒരു അച്ചായൻ പറഞ്ഞു, കൊച്ചിന് വേണ്ടി ആ ഭാഗത്തൊക്കെ ഇപ്പം നല്ല ആളുകളൊക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ ശ്രദ്ധയിരിക്കണം എന്ന് പറഞ്ഞു. ശരി അച്ഛാ, ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പല കല്യാണങ്ങളെല്ലാം വന്ന കൂട്ടത്തിൽ ഒരു കല്യാണം ഈ പെൺകുട്ടിയെ വന്ന് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് പരസ്പരം രാവിലെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം ചെറുക്കൻ അവധിയില്ലാഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വന്നു, മറ്റുള്ളവരെല്ലാം കൂടെ ഒന്ന് ഔപചാരികമായിട്ട് വാക്കുമൊക്കെ പറഞ്ഞു. ഈ വിവരം അങ്ങ് മലബാറിലുള്ള ഇയാൾ അറിഞ്ഞില്ല. അടുത്ത ബന്ധു അറിഞ്ഞില്ല. അയാൾ അവിടെ ഒരു നല്ല യോഗ്യമായ ഒരു കല്യാണം വന്നുകൊണ്ട് നമുക്ക് പോയി പറഞ്ഞു. ആ വീട്ടുകാർ പറഞ്ഞു, ഇതൊരു കാര്യം, നിങ്ങൾ പോയി അന്വേഷിച്ചൊക്കെ വാ,
ഇല്ല, ഞാൻ ഇനിയിപ്പോൾ അതിന് വേണ്ടി ഇത്രയും ദൂരം ഒന്നുകൂടെ ട്രിപ്പ് പോകണ്ടല്ലോ, മോനെ കൂടെ വിട്ടേച്ചാൽ മതി. ജസ്റ്റ് അവർ നമ്മളെ കാണുന്നല്ലേ പ്രധാനം. അതുകൊണ്ട് അവർ കണ്ടു കഴിഞ്ഞിട്ട് വല്ലതും വേണമെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ മതില്ലോ എന്ന് പറഞ്ഞ് ചെക്കനെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം രാവിലെ നൈറ്റ് ട്രെയിൻ കയറി രാവിലെ കൊണ്ട് വീട്ടിൽ വന്നേക്കുന്നു. വീട്ടിൽ വന്നപ്പോൾ തലേന്ന് കല്യാണം ഉറച്ച കാര്യം ഇങ്ങേര് അറിഞ്ഞില്ല. കേട്ടേ, ഇവിടെ വന്നു, വീട്ടിൽ വന്നപ്പം സൽക്കാരമൊക്കെ കഴിഞ്ഞപ്പം അയാളിനെ അകത്തോട്ട് വിളിച്ചിട്ട് അപ്പം മറ്റേടെ ഒരു കാര്യം അറിയിക്കാനൊത്തില്ല, തിരക്കിലാണ്, ഇന്നലെ കൊച്ചിൻ്റെ കല്യാണം ഉറച്ചു പോയി. ഉടനെ ഇങ്ങനെ വർത്താനം പറയല്ലേ, എൻ്റെ തല പോകുന്ന ഏർപ്പാട് അവിടുത്തെ ഏറ്റവും പ്രമാണപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. ഞാൻ ചെക്കനെ പിടിച്ചോണ്ട് എനിക്കുള്ള ആ ധൈര്യം കൊണ്ട് അവരെന്നോടാവുന്ന പറഞ്ഞ ചെക്കനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ആ ധൈര്യത്തിന് ഞാൻ പിടിച്ചോണ്ട് പോകുന്ന. അങ്ങനെ പറഞ്ഞേക്കല്ലേ. എന്നെ പെണ്ണിനെ വിളിച്ചു ചോദിച്ചു, സോറി, ഈ മഴ കല്യാണം മാത്രം മതി, ഇനി ഒന്നും മാറുന്ന പ്രശ്നമില്ല. ബുദ്ധിമുട്ടായി. ഒടുവിൽ ഇയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എനിക്ക് മുഖം രക്ഷിക്കണം, അല്ലേ അതെൻ്റെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യ്, ആരും അറിയണ്ട, കൊച്ചൊരു സാരിയും കൊടുത്ത് ഒരു കപ്പ് ചായ കൊണ്ട് അവിടെ വരെ വന്ന്, പിന്നെ നമുക്ക് താല്പര്യമില്ലെന്ന് അറിയാം, ഇത്രയും ദൂരത്തോട്ട് കൊച്ചിനെ വിടുന്നില്ല, നമുക്ക് നിങ്ങൾ പറഞ്ഞ് ഞാനത് രക്ഷപ്പെട്ടോളാം, അത്രയും ചെയ്താൽ മതി. ഓ ശരി, ഇപ്പം ഇവൻ്റെ മുഖം രക്ഷിക്കണ്ടേ, അതിനുവേണ്ടി പെങ്കൊച്ചൊരു സാരിയൊക്കെ എടുത്തൊരു കൊച്ചു കപ്പ് കാപ്പിയും കൊണ്ട് ഇവിടെ വന്ന് കൊടുത്തിട്ട് അകത്തോട്ട് കയറി എന്തോ 1-2 വാക്ക് ചോദിച്ചപ്പം വാതിൽ പഴുതിൽ മറഞ്ഞു നിന്ന് എന്തോ അതിന് 1-2 ശബ്ദത്തിൽ മറുപടിയൊക്കെ പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാ ഇവരിങ്ങോട്ട് വന്ന വഴിക്ക് ആരാണ്ടോട് പറഞ്ഞിരുന്നു, ഇന്നാർക്ക് വേണ്ടി ഒരു കല്യാണം പറഞ്ഞിരുന്നു. എന്തിന്? സംഗതി 2-3-4 പേര് പറഞ്ഞേച്ച ആദ്യം ഉറച്ച കല്യാണത്തിൻ്റെ അവരുടെ വീട്ടിലറിഞ്ഞു, ചെറുക്കൻ്റെ വീട്ടിലറിഞ്ഞു. അപ്പോൾ തലേന്ന് കല്യാണം ഉറച്ചു കഴിഞ്ഞ് പിറ്റേന്ന് പെണ്ണ് കാണാൻ അവരെ എൻ്റർടൈൻ ചെയ്തു. വലിയ പ്രശ്നമായി. ഒടുവിൽ 2 കുടുംബക്കാരും കാരണവന്മാരും കൂടിയിട്ട് അവസാനം എടുത്ത തീരുമാനം, ശരി അടുത്ത അവധിക്ക് ഇവൻ വരുമ്പം നമുക്ക് അടുത്ത വർഷം കല്യാണം നടത്താം. കണ്ടോ, എക്സ്ക്ലൂസിവിറ്റി മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോ? അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി കണ്ടോ? സ്തോത്രം. നമ്മൾ കർത്താവിനായി മണവാട്ടി എന്ന നിലയിൽ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, കേൾക്കണേ, കർത്താവിനായി മണവാട്ടി എന്ന നിലയിൽ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഇനി ലോകത്തിന് മുമ്പിൽ കോംപ്രമൈസിന് വേണ്ടി പോകാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. കർത്താവിന് മഹത്വം വരുത്തുന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് വിശുദ്ധീകരണം. വേർപാടും വിശുദ്ധിയും ഒരുമിച്ച് പോകുന്നതാണ്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? രക്ഷയുടെ 2ാം ഘട്ടമായത്. നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഞാനൊരു കാര്യം കൂടി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പറയാം. സമയം ആയെന്നുള്ളത് എനിക്കറിയാം. ശ്രദ്ധിക്കണേ. അതായത് ഈ ആശയം വ്യക്തമാക്കാൻ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രധാന ഭാഗമാണ് 22, 23, 24 എന്നീ സങ്കീർത്തനങ്ങൾ. കേൾക്കണേ. 22ാം സങ്കീർത്തനം രക്ഷയുടെ 1ാം ഘട്ടത്തെ സൂചിപ്പിക്കുന്ന. 22ാം സങ്കീർത്തനത്തിന് കുരിശിന്റെ സങ്കീർത്തനം എന്നാ പറയുന്നത്. നേരം പോയി അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 7-ാം വാക്യം, 8-ാം വാക്യം, 14 മുതലുള്ള വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ വായിക്കണം. 22ാം സങ്കീർത്തനത്തിൽ അവിടെ നമ്മൾ കാണുന്നു, ഞാനോ മനുഷ്യനല്ല കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരം, അവരെന്നെ കാണുന്നവരൊക്കെയും ആധരം മലർത്തി തല കുലുക്കുന്നു. യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവൻ നിന്നെ വിടുവിക്കട്ടെ, അവന് നിന്നിൽ പ്രസാദം ഉണ്ടല്ലോ എന്ന് പറയുന്നു. 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബുഭുക്ഷയോടെ അളന്ന പോലെ അവരുടെ നേരെ വായ പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു, എൻ്റെ അസ്ഥിയൊക്കെയും ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ കുടലിൽ നടുവെ ഉരുകി, എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെയായി. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിടും. ദൈവമേ, നീ വിട്ടകന്നിരിക്കരുതേ. കുരിശിന്റെ സങ്കീർത്തനമാണ്. ക്രൂശീകരണത്തിന്റെ ഗ്രാഫിക് പിക്ചർ
വ്യക്തമായ ചിത്രം പ്രവചനാത്മാവിൽ ദാവീദ് വരയ്ക്കുകയാണ് 22-ൽ. അതെ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് പാപത്തിന്റെ ശിക്ഷയിൽ നമ്മളെ വിടുവിക്കുന്ന ഇടയനാണ് 22-ാം സങ്കീർത്തനത്തിൽ. അതാണ് ഒന്നാം ഘട്ടം. അത് കഴിഞ്ഞാൽ 23-ാം സങ്കീർത്തനം. എല്ലാവർക്കും അതറിയാം. Psalm 23, everybody knows by heart. Even you know it. The Lord's my shepherd. എല്ലാവർക്കും വലിയ ഇഷ്ടം, അത് പറയാൻ വലിയ ഇഷ്ടം. The Lord's my, യഹോവ എന്റെ. മരണനിഴയും താഴെ കൂടെ നടന്നാലും വരാനർത്ഥം. പക്ഷെ ഒരു കാര്യം, സ്തോത്രം, 22 കഴിഞ്ഞവർക്ക് 23-ാം സങ്കീർത്തനം അവകാശപ്പെടാൻ ഒക്കുള്ളൂ. 22-ാം സങ്കീർത്തനത്തിൽ എനിക്ക് വേണ്ടി മരിച്ച മശിഹ, നിസ്സാര കാര്യമല്ല. കാൽവറിയിൽ നിലവിളിയോടെ പ്രാണനെ വിടുന്ന ആ മശിഹ, ഇവൻ എന്റെ മശിഹയ. ഈ മരണം എന്റെ മരണമാണ്. സ്തോത്രം. ഇവൻ മരിക്കുന്നത് എന്റെ സ്ഥാനത്താണ്. ക്രൂശിന്റെ നിന്ന, സ്തോത്രം, വലിയ ധനമെന്ന് എണ്ണാൻ കഴിയും. സ്തോത്രം. ക്രൂശ് അനേകർക്ക് ഇടർച്ചയായിരിക്കുമ്പോൾ അനേകർ അവിടെ തട്ടി മറിയും. മരണത്തിൽ പങ്കാളിയാണെന്നൊക്കെ പറയുമ്പോൾ മറിയും. കേൾക്കണേ, പുസ്തകത്തിൽ പറയുന്ന വാക്കുകളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ ആ നിന്ന നിസ്സാര കാര്യമല്ല. ഇവിടെ കുറ്റം കൊണ്ട് തൂക്കിലിടപ്പെട്ട ഒരാളിന് എന്നോട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയുമോ നമ്മൾ? Who is crucified. ഒരു നിലവിളിയോടെ പ്രാണനെ വിടുക. അത് അംഗീകരിച്ചവന് മാത്രമേ ഏതുള്ളൂ? 23-ാം സങ്കീർത്തനത്തിന് അനുഗ്രഹം അവകാശപ്പെടാനൊക്കെ. അത് അനുഗ്രഹമായിരിക്കുമ്പോൾ തന്നെ അതൊരു ചുമതലയും കൂടാ. 23-ാം സങ്കീർത്തനം രക്ഷയുടെ 2-ാം ഘട്ടമാണ് സൂചിപ്പിക്കുന്നത്. ആ 23-ാം സങ്കീർത്തനത്തെ ആടിനെ കണ്ടോ? ഇടയനോട് കൂടെ തന്നെ നടക്കുക. പച്ചാപുറപ്പിനെ കിടത്തുന്നു, സ്വസ്ഥലത്തിനെ നടത്തുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് വേണ്ട. എല്ലാം കൂരിൽ താഴെ കൂടെ നടന്നാലും ഞാൻ നിന്റെ കൂടെ, നീ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നോക്കണേ, ഇടയനെ പിരിഞ്ഞ് ആടിനൊരു നിമിഷമില്ല. ഇടയൻ നടത്തുന്നിടത്ത് നടന്ന്, ഇടയൻ കിടത്തുന്നിടത്ത് കിടന്ന്, ഇടയൻ കൊടുക്കുന്നത് തിന്ന്, ഇടയൻ കൊടുക്കുന്നത് കുടിച്ച്, ഇടയന്റെ വടിയും കോലും അനുഭവിച്ച് ഇടയനോട് കൂടെ നടക്കുന്ന ഒരാട്. സ്തോത്രം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അന്യന്മാരെ ശബ്ദം അറിയായികയാൽ അവ അന്യന്മാരെ അനുഗമിക്കുന്നില്ല. ഇങ്ങനെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനായി സമർപ്പിക്കപ്പെട്ട് പ്രിയപ്പെട്ട ഇടയനെ അനുഗമിക്കുന്ന ഒരാടിനെ പോലെ, സ്തോത്രം, നമ്മുടെ ജീവിതം മുഴുവനായി കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്ത അനുഭവമാണ് രക്ഷയുടെ 2-ാം ഘട്ടം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. പഴയ പാപ ജീവിതത്തിൻ്റെതൊന്നും നമ്മൾ തുടരാൻ പാടില്ല. രക്ഷയുടെ 2-ാം ഘട്ടമാണ് 23-ാം സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി രക്ഷയുടെ 3-ാം ഘട്ടമാണ് 24-ാം സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. സമയം പോയോണ്ട് ഞാനത് അടുത്ത ദിവസം പറയാം. സ്തോത്രം. നമുക്ക് കൂടി വരാൻ നേരത്തെ ആകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഒരു 10:30 വരെയൊക്കെ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്തോത്രം നിങ്ങൾ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടുണ്ട്, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയതുകൊണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ 2-ാം ഘട്ടം എന്ന് പറഞ്ഞാൽ മണവാളിനു വേണ്ടി മണവാട്ടി ഒരുങ്ങുകയാണ്. ഓർക്കുന്നുണ്ടേ? അതാണ് അനാദിയിലെ നിർണയം. മണവാട്ടി ഒരുക്കുകയാണ്. അത് തിരുവെഴുത്തിൽ ഈ വിശുദ്ധീകരണത്തിനുള്ള ഉപാധികൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ ചുരുക്കമായിട്ട് മാത്രമേ ചിന്തിക്കാനൊക്കെ ഉള്ളൂ. ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കണം. സ്തോത്രം. അതിലൊരു ഉപാധിയാണ് കൂട്ടായ്മ. സ്തോത്രം. കൂട്ടായ്മ. ആരാധന എന്ന് നമ്മൾ പറയുമ്പോൾ ആരാധന മുഴുവൻ ജീവിതവുമാണ്. സഭായോഗങ്ങൾ നടക്കേണ്ടത് എന്താണ്? കൂട്ടായ്മ. തമ്മിൽ പ്രബോധിപ്പിക്കുക, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുക, സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയഗീതങ്ങൾ, അന്യോന്യം പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക. ഇതെല്ലാം നമ്മളെ മണവാളിനു വേണ്ടി ഒരുക്കുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ഒന്നാം ഘട്ടം എല്ലാവരും കടന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ മരണം എൻ്റെ മരണമാണ് നിങ്ങൾ ഏറ്റു പറഞ്ഞെങ്കിൽ ആ രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. മണവാളന് വേണ്ടി ഒരുങ്ങുകയാണ്, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സ്തോത്രം. ഇടയനെ, നീ എന്നെ നടത്തിയാട്ട്. സ്തോത്രം. നീ തരുന്നത് മാത്രം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ ഭക്ഷണവും എൻ്റെ പാർപ്പിടവും, സ്തോത്രം, എൻ്റെ വാക്കുകളും എൻ്റെ ഉടുപ്പും എൻ്റെ നടപ്പും എൻ്റെ അലങ്കാരങ്ങളും എൻ്റെ വിനോദങ്ങളും എൻ്റെ കൂട്ടുകെട്ടും ഇതെല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കപ്പെട്ടതായിരിക്കട്ടെ. നിന്റെ സാക്ഷിയായി ഞാൻ നിൽക്കട്ടെ. സാമാന്യമായതിനു വേണ്ടി ഞാൻ തരം താഴരുതേ. ഞാനൊരു വിശേഷപ്പെട്ടുള്ള ഒരു ദൈവ പൈതലായി നിനക്കായി ഞാൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണിൽ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഇന്നും നമുക്കൊരുമിച്ച് ദൈവസ്ഥലിൽ കൂടിയിടുവാൻ കർത്താവ് തന്ന വലിയ അവസരത്തെ ഞാൻ ദൈവസ്ഥലിൽ നന്ദിയോടെ ഓർക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സംസാരിച്ചതിനെ തുടർന്ന് ഇന്നും നമുക്ക് ചിന്തിക്കാം. ഈ സീരീസ് ഓഫ് സ്റ്റഡി, ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളുടെ ഒടുവിലത്തേന് തൊട്ട് മുമ്പത്തെ പെനൾട്ടിമേറ്റ് ഡേയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നാളെ കൂടെയുള്ള ഈ സീരീസ് ഓഫ് സ്റ്റഡി ന്യായമായി എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് സാവകാശമുണ്ട്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. കഥാന്ന് ചോദിച്ചാൽ ഞാൻ ചില ദിവസങ്ങൾക്ക് ശേഷം ദുബൈയിലോട്ട് പോകുന്നുള്ളൂ. So I'll be available. So if you have anything, if you need any more clarifications on the things that I have been telling you, you're most welcome. നിങ്ങളത് ചോദിക്കാനായിട്ട് സ്വാതന്ത്ര്യം കാണിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. രക്ഷയുടെ 3 ഘട്ടങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒന്നാമത്തെ ഘട്ടം നീതീകരണം, രണ്ടാമത്തത് വിശുദ്ധീകരണം, മൂന്നാമത്തത് തേജസ്കരണം. അതിൽ നീതീകരണത്തിനായി കർത്താവ് മരിച്ചു. നീതീകരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണം നമ്മുടെ മരണമാണ്. കർത്താവിൻ്റെ യാഗമരണത്താൽ എൻ്റെ മരണം നീങ്ങി. ഹൃദയപൂർവ്വമുള്ള അംഗീകരണവും ഏറ്റുപറച്ചിലുമാണ്. പൂർണ്ണമായും അത് വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കലാണത്. അതിൻ്റെ ഒരു നാച്ചുറൽ, സ്വാഭാവികമായിട്ടുള്ള ഒരു തുടർച്ചയാണ് ഈ രണ്ടാം ഘട്ടം. അല്ല ഓരോന്നിങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നതൊന്നുമല്ല. നമ്മളിങ്ങനെ പഠന സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നതേ ഉള്ളൂ. രക്ഷയുടെ ഒന്നാം ഘട്ടം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ രണ്ടാം ഘട്ടം തുടരുകയാണ്. ഒന്നാം ഘട്ടം പരമാർത്ഥമായും നമ്മൾ ഘട്ടത്തിൽ നമ്മൾ പരമാർത്ഥമായും വിധേയപ്പെട്ടെങ്കിൽ, അനുഭവിച്ചെങ്കിൽ, രണ്ടാം ഘട്ടം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരികയാണ്. കർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നയാൾ ആ മരണത്തിൽ പങ്കാളിയാകാനുള്ള ജലസ്നാനത്തിൽ കർത്താവിനെ അനുസരിക്കും. ഞാൻ ഇന്നലെ രാത്രി അത് ഓർമ്മിപ്പിച്ചല്ലോ. സ്തോത്രം. അത് ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതിനാരും നിർബന്ധിക്കേണ്ടതില്ല. നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പരമാർത്ഥമായും ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് വരികയാണ്. അതാണ് നമ്മൾ പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, വചനം കേട്ടവർ ചോദിക്കുക, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തോട് പ്രവർത്തിച്ചു. അതുപോലെ പ്രവർത്തന പുസ്തകത്തിൽ പിന്നെയും ജയിലർ കാരാഗ്രഹപ്രമാണി ചോദിക്കുക. അവൻ വിറച്ചും കൊണ്ട് ചാടി പൗലോസിന്റെയും ശീലാസിന്റെ മുമ്പിലേക്ക് വന്ന് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആ നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് അബോധ്യം വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വാഭാവികമായുള്ള അനുസരണത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 2 കാര്യങ്ങളും കൂടി വിശദീകരണം അതിന് തരാനുണ്ട്. ന്യായമായി ചോദിക്കുന്ന ചില സംശയങ്ങളായതുകൊണ്ട് വിശദീകരണം പറഞ്ഞു പോകുന്നു. ഒന്ന്, ചില ആളിനോട് ചോദിച്ചിട്ടുണ്ട്, കുരിശിലെ കള്ളൻ, നിങ്ങൾ ഈ പറയണതിൽ ഇത്ര പ്രധാനമാണ്, കുരിശിലെ കള്ളൻ സ്ഥാനപ്പെട്ടില്ലല്ലോ. ഇതിനൊന്ന് സൂക്ഷിച്ചു നോക്കണേ. കുരിശിലെ കള്ളൻ മരിച്ചു കഴിഞ്ഞാണ്
മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തത്. ബാക്കി ഉപദേശങ്ങളൊക്കെ കർത്താവ് നേരത്തെ കൊടുത്തു. ഈവൻ കർത്തൃമേശയുടെ ഉപദേശവും നേരത്തെ കൊടുത്തെങ്കിലും സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. സ്തോത്രം. അപ്പം മരണവും അടക്കവും പുനരുദ്ധാരവും അതിലെ പങ്കാളിത്വത്തിൻ്റെ ഒരു അടയാളമായ സ്നാനത്തിൽ, സ്തോത്രം, ഒരാൾ ആകണമെങ്കിൽ ആ പുനരുദ്ധാരവും കൂടെ കഴിയണമായിരുന്നു. അതുകൊണ്ട് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തത്. അതുകൊണ്ട് കുരിശിലെ കള്ളൻ മരിക്കുമ്പോഴും ആ ഉപദേശം ഇല്ല. അതൊന്ന്. രണ്ടാമത് അവൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപൂർണമായുള്ള സമർപ്പണമാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ പരമാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കുന്നു. ദൈവം എന്നോട് ദർശനങ്ങളും വെളിപ്പാടുകളൊക്കെ തരാറുണ്ട്. കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നു. ദൈവിക സംസർഗത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാധുര്യമായ അനുഭവം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തെ പരമാർത്ഥമായും സ്നേഹിക്കുന്നു. ഞാൻ ഇങ്ങനെ ആളുകൾ പറയുകയും ഞാൻ പുസ്തകത്തിലൊക്കെ നോക്കിയൊക്കെ ചെയ്തതനുസരിച്ച് സ്നാനോപദേശം എനിക്ക് ഏതാണ്ട് ഒരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് പരമാർത്ഥമായിട്ടും ചോദിച്ചു, കർത്താവ്, ഇത് സത്യമാണെങ്കിൽ നീ എനിക്കൊരു വെളിപ്പാട് തരണം. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കുറേ നാളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇതുവരെ അങ്ങനെ ഒരു വെളിപ്പാട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നോട് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, ദൈവവചനത്തിലുള്ള വ്യവസ്ഥ, ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർ അറിയിക്കാനാണ് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. സ്തോത്രം. സുവിശേഷം അറിയിക്കാനുള്ള അവകാശം ദൂതന്മാർക്ക് പോലും കൊടുത്തിട്ടില്ല. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പോലും അങ്ങനെയുള്ള ഉപദേശ സംബന്ധമായി ആരോടും സംസാരിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുമോ? എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയാണ്. പൗലോസ് ദമസ്കോസിന് പടിവാതിക്കൽ വെച്ച് ദൈവദർശനത്തിന് വിധേയനായി. എഴുന്നേരെ പട്ടണത്തിൽ പോയിരിക്കെ, ചെയ്യേണ്ട അവിടെ അറിയിക്കാമെന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പോയിരുന്ന് 3 രാപ്പകൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ അവനവിടെ ഇരിക്കുക. അവനവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന, ഞാൻ എന്ത് ചെയ്യണം? വഴിയിൽ എനിക്ക് പ്രത്യക്ഷനായ കർത്താവേ, ഞാൻ ചെയ്യേണ്ടത് എന്നെ അറിയിക്കാമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 ദിവസം പ്രാർത്ഥിച്ചിട്ടും പിന്നെ ഒരു ദർശനം ഉടനെ ഉണ്ടായില്ല. ബാക്കി കാര്യങ്ങൾ അനന്യാസ് വന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? സ്തോത്രം. അനന്യാസിനോട് ദൈവം പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ല. പൗലോസ്, ശൗൽ, അവൻ പ്രാർത്ഥിക്കുന്നു, നീ ചെന്ന് അവനോട് വിവരങ്ങൾ പറ. അനന്യാസ് വന്ന് വിവരങ്ങൾ പറഞ്ഞു. ശൗലേ, സഹോദര, നീ പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന്, സ്തോത്രം, നിനക്ക് പ്രത്യക്ഷനായ കർത്താവ് എന്നെ അയച്ചിരിക്കുകയാണ്. നീ എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, സ്നാനമേൽക്കുക. സ്തോത്രം. ആ ഉപദേശം പറയുന്ന ആരാണ്? അനന്യാസാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ, ഉപദേശം അറിയിക്കുവാൻ, നിങ്ങളുടെ ഉപദേശ വിഷയങ്ങൾ അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. മാത്രമല്ല, തിരുവെഴുത്തിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദാസന്മാരത് അറിയിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ഉപാധികളിലൊന്നാണ് തിരുവചനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. സ്തോത്രം. അങ്ങനെ അത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതായത്, സുവിശേഷം നമ്മൾ അറിയിക്കുന്നില്ലെങ്കിൽ ഗോഡ് ഹാസ് നോ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. ദൈവത്തിന് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അവസരം കിട്ടിയാൽ അവർ, എനിക്ക് തോന്നുന്നു, ഒരു ദിവസം കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കും. പക്ഷെ അവർക്ക് അനുവാദമില്ല. പത്രോസിന്റെ അഡ്രസ്സ് കൊർന്നല്യോസിന് കൊടുക്കാൻ ദൂതനെ നിയോഗിച്ചു. എന്നെ ആ ദൂതന് ചെന്ന് കൊർന്നല്യോസിനോട് ഇത്രയും വിവരം പറഞ്ഞുകൂടായിരുന്നോ? പത്രോസ് ഒന്ന് പറഞ്ഞ കാര്യം പറയാൻ എന്നെ ഒക്കുകയില്ലായിരുന്നോ? തീർച്ചയായിട്ടും ദൂതന് പറയാൻ ഒത്തേനെ. പക്ഷേ ദൂതൻ അതിനുള്ള അവകാശം കൊടുത്തിട്ടില്ല.
രൂപക്കൂട് നിൽക്കുന്നവരാണ്, അങ്ങനല്ല, കർച്ചവരാണ് വിശുദ്ധന്മാർ. അതുകൊണ്ടാണ് ലേഖനങ്ങളെല്ലാം ആർക്കെഴുതിയിരിക്കുന്ന? വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്ന. സ്തോത്രം. വിശുദ്ധിയിൽ മുന്നേറുകയാണ് നമ്മൾ നമ്മളെ തന്നെ കർത്താവിനായി സമർപ്പിച്ചിരിക്കുകയാണ്, വേർവെച്ച് സമർപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ആവശ്യമെന്ന് ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചൊടുവിലായതുകൊണ്ട് ആ ഭാഗത്ത് നിർത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. പാപപ്രകൃതം നമ്മളിൽ കുടികൊള്ളുന്നത് കൊണ്ട്. ത്തിന്റെ ശിക്ഷ മാറുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മളിലെ പാപപ്രകൃതം പിഴുതു മാറുന്നില്ല. ആ പാപപ്രകൃതം, ഓൾഡ് സിൻ നേച്ചർ സ്റ്റിൽ കണ്ടിന്യൂസ് ടു lurk in us, remain in us, and it remains active, and we have to suppress it, we have to overcome it by the Spirit of God. നമ്മൾ ബോധപൂർവ്വം അതിനെ കീഴ്പ്പെടുത്തണം, പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തണം. സ്തോത്രം. അപ്പോൾ പാപപ്രകൃതം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? സ്തോത്രം. വിശുദ്ധീകരണത്തിൽ സാമാന്യമായി നിന്നൊക്കെ വേർതിരിഞ്ഞ് കർത്താവിനായി മാത്രം സമർപ്പിക്കേണ്ട അവസ്ഥയിൽ തുടരേണ്ടത്. സ്തോത്രം. അപ്പോൾ പാപപ്രകൃതം ദേഹിയിലാണ്, അതും മനസ്സിലായല്ലോ, ദേഹത്തല്ല, പിന്നെ ദേഹിയിലാണ്. ദേഹിയിലായതുകൊണ്ട് വിശുദ്ധീകരണവും നടക്കേണ്ടത് ദേഹിയിലാണ് പ്രധാനമായിട്ടും. പാപപ്രകൃതം ദേഹിയിൽ കുടികൊള്ളുന്നത് കൊണ്ട് വിശുദ്ധീകരണത്തിന്റെ കേന്ദ്രവും ഏതാണ്? ദേഹിയാണ്. സ്തോത്രം. ദേഹിയിലാണ്. അപ്പോൾ ഈ ദേഹിയിലുള്ള ഈ പാപപ്രകൃതത്തിന് വേദോസ്തം പറയുന്ന പേരാണ് ജഡം. ജഡം. അപ്പോൾ ജഡം നമ്മളിലുള്ളത് കൊണ്ട്, ജഡം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കോമൺ പാർലൻസിൽ സാധാരണ സംസാര ഭാഷയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേതനയറ്റ ശരീരമെന്നാണ്. അവിടെ ഒരു ജഡം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ചത്ത ഒരു ശവം അവിടെ കിടക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ജഡം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപപ്രകൃതമാണ്, പഴയ പാപപ്രകൃതമാണ്. സ്തോത്രം. ആ പഴയ പാപപ്രകൃതം നമ്മളിലുണ്ട്, അത് കുടികൊള്ളുക. അത് മരണത്തിന്റെ പ്രതീകമാണ്, ചൈതന്യമില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ പിന്നെയും വലിച്ചോണ്ട് പോകാൻ അത് പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. സ്തോത്രം. ഞാൻ അത് തുടരുന്നതിന് മുമ്പ് ഞാൻ ഒരു ലിസ്റ്റ് പോലെ ചില വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് പറയാം. നിങ്ങൾക്ക് ഈ രക്ഷയുടെ 3 ഘട്ടങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ വരാനായിട്ട്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. എളുപ്പത്തിൽ വായിക്കാമോ? കുറച്ച് വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാം. സ്തോത്രം. ഒന്നാം നീതീകരണത്തിന് ചില വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 5:1. ഞാനതങ്ങ് പറയാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമാണ്. അപ്പോൾ നീതീകരണം വളരുക. ഇനി റോമർ 8:24 വായിച്ചാട്ടെ. 5:1 വിശ്വാസത്താൽ നമ്മൾ നോക്കണേ, പ്രത്യാശ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് പൂർത്തീകരിച്ച ഒരവസ്ഥയാണ്. എഫേസ്യർ 2:5 വായിച്ചാട്ടെ. എഫേസ്യർ 2:5 നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥമാണ്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 2 തിമത്തി 1:9 വായിച്ചാട്ടെ. 2 തിമത്തി 1:9. 2 തിമത്തി രക്ഷിച്ചു നോക്കണേ, വിളിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ രക്ഷിച്ചത്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. തീത്തോസ് 3:5. രക്ഷിച്ചത്, രക്ഷ കഴിഞ്ഞു. രക്ഷയുടെ 1-ാം ഘട്ടം. ഇത് നമ്മൾ ഉപയോഗിച്ച ഈ വായിച്ച വാക്യങ്ങളെല്ലാം പാസ്റ്റ് ടെൻസാ ഉപയോഗിച്ചേക്കുന്നത്, കഴിഞ്ഞതാ ഉപയോഗിച്ചേക്കുന്നത്. രക്ഷിക്കപ്പെട്ടിരിക്കുക നമ്മൾ. അതുപോലെ 1 യോഹന്നാൻ 5:13 കൂടെ വായിച്ചാൽ 1 യോഹന്നാൻ 5:13 നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിത്യജീവൻ ഉണ്ട്. സ്തോത്രം. നിത്യജീവൻ ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടതിനാണ്. സ്തോത്രം. അപ്പം ഇത്രയും വാക്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് രക്ഷിക്കപ്പെട്ടു, അതൊരു പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു, നമ്മളത് അനുഭവിക്കുന്നു. സ്തോത്രം. 1-ാം ഘട്ടം. ഇനി 2-ാമത്തെ ഘട്ടത്തെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച് ചില വാക്യങ്ങളൊന്ന് വായിച്ചേര്. 1 കൊരിന്തി 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്ന കാണാൻ കഴിയും. 1 കൊരിന്തി 1:18. രക്ഷിക്കപ്പെടുന്ന കണ്ടിന്യൂസ് ടെൻസ് ആണ്. സ്തോത്രം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഹു ആർ ബീയിങ് സേവ്ഡ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്. നമ്മുടെ രക്ഷ 2-ാം ഘട്ടത്തിൽ തുടരുകയാണ് അവിടെ. ഇനി ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാലും ആ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്ന കാണാൻ കഴിയും. ഫിലിപ്പിയർ 1:4. ഇതാ ഒരു പ്രവൃത്തി കർത്താവ് ആരംഭിച്ചു, അതിനെ തികയ്ക്കും.
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തന്നെ 11-ാം വാക്യം വായിച്ചാട്ടെ. ഫിലിപ്പിയർ 1:11. നോക്കണേ, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും വിടർച്ചയില്ലാത്തവരുമാകേണ്ടതിന് ഒരു കണ്ടിന്യൂസ് പ്രോസസ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇനി കൊലോസിയർ ഫിലിപ്പിലെ തന്നെ 2:12 വായിച്ചേ. 2:12 വായിച്ചാൽ വേറെ ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ കഴിയും. കേട്ടോ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പൊ രക്ഷയ്ക്കായി നേരത്തെ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് ഇപ്പൊ പറയാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ. അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. തോന്നുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനായും ചില ദൈവം തന്നിരിക്കുക. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. മനസ്സിലായല്ലോ? സ്തോത്രം. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. കൊലോസ് ലേഖനം 2:19 വായിച്ചാട്ടെ. കൊലോസ് ലേഖനം 2:19. തലയായെന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളിലും ഞരമ്പുകളിലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഇനി 1 തിമോത്തി 4:16. 1 തിമോത്തി 4:16. നിന്നെ തന്നെ ഉപദേശത്തിൽ സൂക്ഷിച്ചു കൊടുക്കുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെ നിന്റെ പ്രസംഗം കേൾക്കുന്നതിന് രക്ഷിക്കും. നമ്മുടെ പ്രസംഗം കേൾക്കുന്നതിന് രക്ഷിക്കും. ഒരു ഭാവി. മനസ്സിലായല്ലേ? സ്തോത്രം. ഇനി എബ്രായർ 7:25 വായിച്ചാട്ടെ. എബ്രായർ 7:25. കണ്ടോ, പൂർണ്ണമായി രക്ഷിപ്പാൻ. കണ്ടിന്യൂസ് ആണ്. സ്തോത്രം. അവൻ പ്രാർത്ഥന പൂർണ്ണമായി അവർ രക്ഷയുടെ ആ പൂർത്തിയിലേക്ക് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ 2 പത്രോസ് 1:10-11 വായിക്കാം. 2 പത്രോസ് 2 പീരീഡ്. കേട്ടോ. കേട്ടോ, പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇത് ചെയ്തോണമെന്നാ പറയുന്നത്. അതിന് 2:2 കൂടെ വായിച്ച് 2 മേളിലോട്ട് വായിച്ചാൽ എളുപ്പമുണ്ടല്ലോ. 2:2. സോറി പറഞ്ഞ വാക്യം എന്തോ ഇവിടെ എഴുതി തെറ്റിയതായിരിക്കും. സോറി. ഇനി നോക്കണേ, ഇപ്പൊ ഈ വായിച്ച വാക്യങ്ങളിലെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഞാൻ കാണിച്ചുതരാം. അത് കുറിച്ചതിനകത്ത് എന്തോ തെറ്റ് വന്നായിരിക്കും. സാരമില്ല. നോക്കണേ, അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീരെന്നും മറ്റോടെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. രക്ഷയുടെ 2ാമത്തെ ഘട്ടത്തിൽ നമ്മളായിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ 3ാമത്തെ ഘട്ടം തേജസ്കരണം. അപ്പൊ രക്ഷിക്കപ്പെടും എന്നുള്ള ആശയം പിന്നെ നമുക്കവിടെ കാണാൻ കഴിയും. റോമാലേഖനം 5-ാം 9-10 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. കേട്ടോ, എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇനിയും പിന്നെ അവിടെ നോക്കണേ, നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി റോമറിന്റെ തന്നെ 13:11 വായിച്ചാട്ടെ. അതെ വായിച്ചു. ആണ് കേട്ടോ. 1 പത്രോസ് 2:2 രക്ഷയ്ക്കായി വളരുവാൻ. നോക്കണേ, അതും രക്ഷയ്ക്കായി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വളർന്നുകൊണ്ടിരിക്കുക. വചനമെന്ന മയമില്ലാത്ത പാല് കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതാണ് അവിടെ. അപ്പൊ ഇതും കണ്ടില്ലേ. ഇനി 1 ദിവസം കുറച്ച് വാക്യങ്ങളൊന്ന് വായിച്ചാൽ ഒരു ഉറപ്പ് വരും, ഈ പറയുന്നൊക്കെ അങ്ങനെ തന്നെയാണെന്നുള്ളത്. 9-10. കേട്ടോ, രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഒരു അനുഭവം വരാനിരിക്കുന്നതാണ്. നമ്മൾ രക്ഷാപൂർത്തി പ്രാപിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ 2 ദിവസം കൊണ്ട് 2:14 വായിച്ചാലും അവിടെയും ഈ ആശയം തന്നെ നമുക്ക് കാണാൻ കഴിയും. വായിച്ചോ. മഹത്വം പ്രാപിക്കാൻ, മഹത്വീകരണം, തേജസ്കരണം. കേട്ടല്ലോ, ആ മഹത്വം നമ്മൾ പ്രാപിക്കാനാണ് ദൈവം നമ്മളെ. 2 തിമോത്തിയോസ് 2:10 വായിച്ചാലും അതേ ആശയം നമുക്ക് കാണാൻ കഴിയും.
കിട്ടേണ്ടതിന് തേജസ്സോടുകൂടെ നമുക്ക് കിട്ടാനുള്ളതാണ്. നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടാനുള്ളതാണ് രക്ഷ. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുക നമ്മളിപ്പോൾ പ്രാപിച്ചിരിക്കുന്ന അല്ല, നമ്മൾ ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എബ്രായർ 11:40 വായിക്കുമ്പോൾ അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒന്ന് മുൻകരുതിയിരിക്കുന്നു. സ്തോത്രം. അതുപോലെ 1 യോഹന്നാൻ 3:2 കൊണ്ടത് വായിച്ചേര്. 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാവുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയും. കേട്ടോ, നമ്മളിനി അവനോട് സദൃശന്മാർ ആകാൻ പോകുകയാണ്. അതാണ് രക്ഷാപൂർത്തി, തേജസ്കരണം എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ കർത്താവിനെ പരമാർത്ഥമായും സ്നേഹിക്കുകയും കർത്താവിനായി മാത്രം സമർപ്പിക്കപ്പെട്ട് ജീവിക്കുകയും ചെയ്യണം. സ്തോത്രം. 22, 23, 24 എന്നീ സങ്കീർത്തനങ്ങൾ രക്ഷയുടെ 3 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇതിൽ ഓർപ്പിച്ചല്ലോ. സ്തോത്രം. 22 കുരിശിന്റെ സങ്കീർത്തനമാണ്. അവൻ നമുക്ക് വേണ്ടി യാഗമാകുന്നു. 23 അവൻ ഇടയനായി വഴി നടത്തുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ അനുഭവത്തിലായിരിക്കണം നമ്മൾ. സ്തോത്രം. എപ്പോഴും ആ അനുഭവത്തിൽ കർത്താവിനെ പരമാർത്ഥമായും സ്നേഹിക്കുന്നവരായി. സ്തോത്രം. ഭക്ഷിച്ചാൽ അതവന് മഹത്വം. അവൻ തരുന്നത് ഭക്ഷിച്ച്, അവൻ തരുന്നത് കുടിച്ച്, അവൻ കിടത്തുന്നിടത്ത് കിടന്ന്, അവൻ നടത്തുന്നിടത്ത് നടന്ന്, അവനോടുകൂടെ. ഹല്ലേലൂയ. അതിൻ്റെ ഒടുവിൽ തീരുമ്പോഴോ സ്തോത്രം പിന്നെ അവനോടുകൂടെയാണ്. സ്തോത്രം. നോക്കണേ, എന്നേക്കും അവനോടുകൂടെ വസിക്കുന്ന ചിത്രം വരച്ചുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഇനി 24-ാം സങ്കീർത്തനം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, രക്ഷയുടെ 3-ാം ഘട്ടം അഥവാ തേജസ്കരണം, മഹത്വീകരണമാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അതിൽ 24-ാം സങ്കീർത്തനം ഇതാ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ഭൂമി എന്റേതാണെന്ന് പറഞ്ഞവരോട് വരിക. സ്തോത്രം. സമുദ്രങ്ങളുടെ മേലെ അവൻ എന്നെ സ്ഥാപിച്ചു. ഭൂമി എന്റേതാണ്. ഭൂമിയുടെ മേലെ അവകാശം പറയാൻ വരുന്ന മശിഹായെ അവിടെ കാണുന്നത്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. പിന്നെയും അതേ ആശയം ആവർത്തിക്കുകയാണ്. അതിനെ വേദ പഠിതാക്കൾ വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഗാനപ്രതിഗാനം പാടി വരവേൽക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഗാനപ്രതിഗാനം പാടി വരവേൽക്കുക. നോക്കണേ, സ്തോത്രം. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സഭയെ സ്തോത്രം ആകാശങ്ങളിലേക്ക് ചേർക്കുമ്പോൾ പാടി പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ നമുക്കവിടെ നൽകിയിരിക്കുന്നത്. ഐ ഹോപ്പ് ഐ മേക്ക് മൈ സെൽഫ് ക്ലിയർ ഇനഫ്. എൻ്റെ മലയാളം വാക്ക് ചിലയിടത്ത് ഇത്തിരി ഹാർഡാണെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ വലിയ ഹാർഡൊന്നും അല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇൻ Psalm 24 we see Messiah coming to claim authority of the earth. There, it's a graphic presentation of Jesus Christ receiving the church unto himself. ഗാനപ്രതിഗാനം പാടി എങ്ങനെ ദൂതന്മാർ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു ചിത്രം പോലാണ് അവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതാ ഇങ്ങനെ പോകുമ്പോൾ ദൂതന്മാർ കർത്താവിനും സഭയ്ക്കും അകമ്പടി സേവിച്ച് ഇങ്ങനെ പോവുക. സ്തോത്രം. ഇങ്ങനെ കാരണം പ്രധാന ദൂത ശബ്ദത്തോടും വലിയ ദൂത സമൂഹത്തോടും കൂടെയാണല്ലോ കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ സ്തോത്രം ഇങ്ങനെ അങ്ങോട്ട് ചേർക്കപ്പെടുമ്പോൾ ദൂതന്മാർ നിരനിരയായി നിന്നുകൊണ്ട് പാടുകയാണ്. സ്തോത്രം. കൂടെ പോകുന്ന ദൂതന്മാർ ഇങ്ങനെ പാടുക, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. സ്തോത്രം. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. സ്തോത്രം. പണ്ടേയുള്ള കഥകളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിന്റെ കമാനങ്ങളാണ്. സ്തോത്രം. സ്വർഗത്തിന്റെ കമാനങ്ങളെ നിങ്ങൾ തല ഉയർത്തി നിൽക്ക്, മഹത്വത്തിന്റെ രാജാവ് അങ്ങോട്ട് പ്രവേശിക്കട്ടെ. അപ്പോൾ ഉള്ളിൽ നിന്ന് വരിവരിയായി നിൽക്കാൻ സാധ്യതയുള്ള ദൂതന്മാർ ചോദിക്കുക, മഹത്വത്തിന്റെ രാജാവ് ആരാണ്? സ്തോത്രം. ഉടനെ ഇവർ മറുപടി പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായ യഹോവ, ശത്രുപക്ഷം നഷ്ടപ്പെട്ടു പോയിരുന്ന തന്റെ മണവാട്ടിയെ സ്തോത്രം യുദ്ധം ചെയ്ത് വീണ്ടെടുത്ത് പാപപങ്കിലമായ ലോകത്തിൽ അവളെ വിശുദ്ധയായി സൂക്ഷിച്ച് ഇതാ അവളെ മണിയറയിലേക്ക് സ്വീകരിക്കുന്നു. സ്തോത്രം. അവളെ എതിരേൽക്കാൻ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും ഗാനപ്രതിഗാനം പാടി ഇങ്ങനെ സ്വർഗ സ്ഥലങ്ങളിലേക്ക് കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നതിന്റെ ചിത്രമാണ് 24-ാം സങ്കീർത്തനത്തിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഇതാണ് രക്ഷയുടെ 3 ഘട്ടങ്ങൾ. ഇതിൽ 2-ാം ഘട്ടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ശ്രദ്ധിക്കണേ. ഇപ്പോൾ മിക്കവാറും എല്ലാവരും വന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വിശദീകരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത്
പഴയ പാപ പ്രകൃതം, അതിന് പറയുന്ന പേരാണ് ജഡം. ആ ജഡം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നാം കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ശത്രു അകത്തിരിക്കുമ്പോൾ നമ്മൾ എത്ര ജാഗ്രതയായിരിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തെ ഒരു മത്സര ഓട്ടത്തോടും അതുപോലെ ഒരു പോരാട്ടത്തോടും ഉപമിച്ചിട്ടുണ്ട്. എതിരാളി ഇല്ലെങ്കിൽ പോരില്ലല്ലോ, യുദ്ധമില്ല. പോരാട്ടത്തോട് ഉപമിച്ചിരിക്കുക. ഈ സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറയുന്ന ഒരു കോമൺ വാക്കായി ക്രിസ്തീയ മണ്ഡലത്തിലുണ്ട്. സ്പിരിച്വൽ, നമ്മുടെ വിചാരം ഇവിടെയുള്ള കുരിയാലകളും അമ്പലങ്ങളും മോസ്കുകളും ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ശത്രുവിൻ്റെ ഇരിപ്പിടങ്ങൾ, അതിനോടാണ് നമുക്ക് യുദ്ധം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നമുക്ക്. നമ്മൾ അകത്തെ ശത്രുവിനെ കുറിച്ച് ഓർക്കാറില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അവിടെ ഇവിടെ നിന്ന് ചെന്ന് ഇങ്ങനെ തുള്ളുകയും ചാടുകയും ചവിട്ടുകയും ആട്ടുകയും ഒന്നും ചെയ്യുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. ദേഷ്യം വരരുത്, വിശദീകരണം ചോദിച്ചാൽ പറഞ്ഞുതരാം. സ്തോത്രം. നിങ്ങൾ എന്നെ കേൾക്കണേ. ഈ പ്രെയർ വാക്ക് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രി ഇപ്പോൾ ഉണ്ട്. ഹാവന്റ് യു ഹേർഡ് ഓഫ് ദാറ്റ്? പ്രെയർ വാക്ക് മിനിസ്ട്രി. വാട്ട് ഡു ദേ ഡു? അവർ ചെയ്യുന്നത്, ഞാൻ അതിൽ ചില ആളുകളെ, അതിൽ വരുന്ന ചില ആളുകളെ ദെഹ്റാദൂണിൽ വെച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടാനിടയായി. അപ്പോൾ പറഞ്ഞത്, മുസൂറിയിൽ ദൈവഭക്തരായ ഒരു കൂട്ടർ വന്ന്, ഒരു അമേരിക്കയിൽ ഒരു വലിയ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ്. അതിനകത്ത് വൺ ഓഫ് ദി പാർട്ട്നേഴ്സ്, ഹി കെയിം ഓവർ ടു മുസൂറി ഓൺ എ ബിസിനസ് വീസ ആൻഡ് ഹി സെറ്റ് അപ്പ് എ സ്മോൾ ട്രാവൽ ഏജൻസി there. അന്ന് അവൻ സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചവന്. അവന് അവിടെ വന്നിട്ട് അവരുടെ പ്രധാന പ്രോഗ്രാം എന്ന് പറയുന്നത്, അവിടുന്ന് ആളുകൾ, ഭക്തന്മാരായ ആളുകൾ ഇവിടെ വരിക, ടൂറിസ്റ്റ് വീസായി വരിക. എന്നിട്ട് ഈ വരുന്ന ആളുകൾ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം പോയി അവർ പ്രാർത്ഥിക്കുക. ഇന്ത്യ മുഴുവൻ നടന്ന് പ്രാർത്ഥിക്കുക. അവരുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പിശാചിൻ്റെ കുടിയിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തൊക്കെ ഇവർ ചെന്ന് അവിടെയുള്ള പിശാചിനെയൊക്കെ മാറ്റി ഓടിക്കുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതിനകത്ത് ഒരു കാര്യമായ പ്രയോജനം ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ ചെന്ന് ആട്ടിയത് കൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടിയ യാതൊരു പ്രയോജനവും ഇല്ല. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ വിവരം പറയണം കേട്ടോ. സ്തോത്രം. ഇപ്പം തന്നെ ചോദിക്കുന്നുണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേച്ച് പോകാം, അല്ലെങ്കിൽ പിന്നെ വിശദീകരണം ചോദിക്കാം. ഞാനൊന്ന് പറയട്ടെ, ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് നമ്മൾ ഇന്ന് ആട്ടുകയും വെള്ളം ഉണ്ടാക്കുകയും ചെയ്യുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, സി, യു ആർ വെൽക്കം ടു അവർ ലാൻഡ്. യു കം അറൗണ്ട് ആൻഡ് സീ ദ സൂപ്പർസ്റ്റിഷൻ ദാറ്റ് ഈസ് cast over the whole people here in this land. People are given over to idolatry and many other practices. You can see sin rampant among our people. You can see, if you go around and see people remaining under superstitious beliefs, you will feel more grieved in heart to pray for them. ഒന്നുകൂടെ ഒരു ആത്മഭാരം ഉണ്ടാകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. So you are welcome to our land. Then you can move about. നിങ്ങൾ നടന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ദുഷ്ടന്റെ ആവാസമുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ യേശുവിൻ്റെ നാമത്തിൽ ആട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവും വിശേഷാൽ ഉണ്ടാകുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? റിയൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ ഇതല്ല. റിയൽ വാർഫെയർ അകത്തേടാ. വി ആർ ഓൾ ഓൺ എ ബാറ്റിൽ ഫീൽഡ്. നമ്മളെല്ലാവരും യുദ്ധക്കളത്തിലാണ്. യഥാർത്ഥ യുദ്ധക്കളം എവിടെയാണെന്നറിയാമോ? സോൾ. പഴയ പാപപ്രകൃതം അവിടെ ഇരിക്കുക. ആ പാപപ്രകൃതത്തെ ഉപയോഗിച്ച് അവൻ നമ്മെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. അതിൻ്റെ പ്രധാന ഭാഗം അതാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, പല ഡയമെൻഷൻസ് അതിനുണ്ട്. വിഷയം അതല്ലാത്തത് ഞാൻ കൂടുതൽ വിശദീകരണത്തിന് പോകുന്നില്ല ഇപ്പോൾ. സ്തോത്രം. അവിടെ ഞാൻ മുമ്പോട്ട് പോട്ടെ. ഈ പാപപ്രകൃതം, ശരീരമല്ല പാപത്തിന്റെ ഇരിപ്പിടം. ശരീരം ബലഹീനമാണെന്ന് വേദോസ്തം പറയുന്നുള്ളൂ. പാപത്തിന്റെ ഇരിപ്പിടം അകമാ. അകത്തുനിന്നാണ് താല്പര്യങ്ങൾ വരുന്നത്. അതാണ് എൻ്റെ കർത്താവ് പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ കർത്താവ് ഇതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എടുത്തെങ്കിലും ഒന്ന് വായിച്ചേര്. മത്തായി 15-18-19. ഹൃദയത്തിൽ നിന്ന് വരുന്നു. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. ഇതാണ് അശുദ്ധമാക്കുന്നത്. അകത്ത് അതിന്റെ കേന്ദ്രം. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത്
ഈ അകത്തുനിന്ന് വരുന്നതാണ്. അപ്പൊ അതിനെതിരെയായിരിക്കും നമ്മൾ എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടത്. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. പാപപ്രകൃതം. ഒരാളൊരു അഴുക്ക് പടം കാണുമ്പോൾ അത് ശരീരം കഷ്ടപ്പെടുക, പക്ഷെ അകത്ത് ഒരാളിനൊരു തൃപ്തി ഉണ്ടാകും. മദ്യപിക്കുമ്പോൾ ശരീരം കഷ്ടപ്പെടുക, ശരീരത്തിന് ബാലൻസ് തെറ്റുന്നു എന്ന് വേണ്ട, ശരീരം കഷ്ടപ്പെടുക, പക്ഷെ അകത്ത് ആർക്കോ ഒരു തൃപ്തി ഉണ്ടാകുന്നു. എൻ്റെ വിചാരം ഇതാണ് ഏതാണ്ട് വലിയ ഒരു പ്രത്യേക ഭൂതിയാണെന്നാണ് അവൻ്റെ വിചാരം. He feels that he has got elevated within a moment. അവന് വേറെ ഒരു ലോകത്തേക്ക് അവൻ ട്രാൻസ്പോർട്ടഡ് ആയതുപോലെയാണ് അവൻ്റെ ഒരു ഭാവം. നോ, നോക്കട്ടെ, ശരീരം ശരിക്കും കഷ്ടപ്പെടുക, ശരിക്കും കഷ്ടപ്പെടുക. അതുകൊണ്ടാണല്ലോ കേരളത്തിലും ഇന്ത്യ മുഴുവൻ ഒരു നിയമനിർബന്ധിതമായ ഒരു മുന്നറിയിപ്പുണ്ട്: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സിഗരറ്റ് കൂടലുമുണ്ട്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എല്ലാത്തിലും ഉണ്ട്. വാർണിംഗ് കൊടുക്കുക, ശരീരത്തിന് ദോഷമായത്. പക്ഷെ അകത്താർക്കാണ്ട് ആ അകത്ത് തൃപ്തി ഉണ്ടായ ആ ഘടകമാണ് ജഡം. ജഡം അതവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത്. ജഡം, അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. കേട്ടെ, താല്പര്യങ്ങളെല്ലാം അവിടെയാ. ശരീരത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളില്ല. യു വിത്ത് മീ? സ്തോത്രം. വിശദീകരണത്തിന് ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു പോകാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ. ഇല്ലേ? ഞാൻ അല്പം കൊണ്ടൊന്ന് വിശദീകരിച്ചു തരാം. ശരീരത്തിന് എന്തേ ഉള്ളൂ? ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങൾ ഇല്ല. ഭക്ഷണം ശരീരത്തിന് ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, വസ്ത്രം, തണുപ്പിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണം, വസ്ത്രം ആവശ്യമാണ്, വിശ്രമം, കിടക്ക, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്, ശരീരത്തിന് ആവശ്യമാണ്. ശരീരത്തിന് ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളൊക്കെ അകത്താം. മനസ്സിലായില്ലേ? സ്തോത്രം. നടന്ന ഒരു സംഭവം ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. അതായത് ഞാനും എൻ്റെ ഭാര്യയും മോനെയും കൊണ്ട്, മോൻ എന്നൊരു 3 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു, സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോവുക. ദൂരെ പോകുമ്പോൾ വി വർ പാസിങ് ത്രൂ എ ടൗൺ. ഒരു കൊച്ചൊരു ടൗണിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ മോനങ്ങ് ദാഹിക്കുന്നു, ദാഹിച്ചിട്ട് വയ്യ, ദാഹിച്ച് ചത്തുപോകും, ദാഹിക്കുന്നു. പറഞ്ഞു, മോനേടാ തിരക്ക് കഴിയട്ടെ, അങ്ങോട്ട് മാറ്റിയിട്ട് നിർത്താം. പിന്നെ ദാഹിച്ച് ചത്തുപോകുന്നു, അവനങ്ങ് ബഹളം, ഇപ്പം ചത്തുപോകുന്ന പോലെ. ഞാൻ ആ തിരക്ക് കഴിഞ്ഞ വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്തി വെച്ചപ്പോൾ എൻ്റെ ഭാര്യ ഇറങ്ങിയിട്ട് ബാഗിനകത്ത് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത്, അയ്യോ എൻ്റെ കുഞ്ഞ് ദാഹിച്ചു പോയല്ലേ, പോട്ടെ അങ്ങനെ കുടിക്കാം, കൊച്ചു മുമ്പ് നിന്ന് ചൂട് കാറ്റടിച്ചോണ്ടിരുന്നിട്ടാ എളുപ്പം ദാഹിച്ചെന്ന് പറഞ്ഞിട്ട് വെള്ളം. ഉടനെ ആളങ്ങ് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട്, വെള്ളം ദാഹമല്ല, കൊക്കക്കോള ദാഹമാണ്. ആവശ്യം ആഗ്രഹം കൂടെ മനസ്സിലായി നിങ്ങൾക്ക്? വെള്ളം ദാഹമല്ല, പിന്നെന്തോ ദാഹമാ? കൊക്കക്കോള ദാഹം. അപ്പൊ നോക്കി, വെള്ളം ആർക്കുള്ളതാ? ശരീരത്തിനുള്ളത്. മനസ്സിലായില്ലേ? വിശക്കുമ്പോ ഇതല്ല വിശക്കുന്നു, ഭയങ്കര വിശപ്പാ, ചോറല്ല, വേറെ ഏതാണ്ട. മനസ്സിലായില്ലേ? ഇതാ. അപ്പൊ ആവശ്യവും ആഗ്രഹവും രണ്ടാണ്. ശരീരത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങൾ. അതുകൊണ്ട് ശരീരത്തിന്റെ ആവശ്യങ്ങളെല്ലാം നമുക്ക് നിവർത്തിക്കാം. പക്ഷെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ വരുമ്പോൾ വി ഹാവ് ടു സിഫ്റ്റ് ആൻഡ് ചൂസ്. അരിച്ച് തെരഞ്ഞെടുക്കണം ഏതാണ്, ആത്മാവിൻ്റെതാണോ അതോ ജഡത്തിൻ്റെതാണോ? നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണോ, ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണോ? നമ്മളെ കോമൺ പ്ലേസിലേക്ക് തരം താഴ്ത്തുന്നതാണോ? മനസ്സിലായോ? സാമാന്യമായതിലേക്ക് തരം താഴ്ത്തുന്നതാണോ? ലോകത്തോട് നമ്മളെ താതാത്മ്യപ്പെടുത്തുന്നതാണോ? അതോ ക്രിസ്തുവിനോട് നമ്മെ താതാത്മ്യപ്പെടുത്തുന്നതാണോ? സ്തോത്രം. നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഈ ആഭരണം തുടങ്ങിയ വിഷയങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ തിയോളജിക്കൽ പോയിന്റ്. നിങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്, പക്ഷെ ഞാൻ പ്രയോജനമുള്ളത് പറയുന്നു. സ്തോത്രം. കേൾക്കണേ. കാരണം ഇത് ശരീരത്തിൻ്റെ ആവശ്യമാണോ, ജഡത്തിൻ്റെ ആഗ്രഹമാണോ? ഒന്നും പറയുന്നില്ലേ? നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എൻ്റെ അഭിപ്രായം
എൻ്റെ അഭിപ്രായം നല്ല ന്യായമായത്. ഇത് ശരീരത്തിൻ്റെ ആവശ്യം ഒന്നും മിണ്ടുന്നില്ലേ? ആണോ? അല്ല, ജഡത്തിൻ്റെ ആഗ്രഹമാണ്. ജഡത്തിൻ്റെ ആഗ്രഹമാണ്. എന്തോ പേഴ്സണാലിറ്റി പ്രൊജക്ഷൻ. വേർ ഡസ് ഇറ്റ് കം ഫ്രം? ഡസ് ഇറ്റ് അത് നിങ്ങളുടെ ആത്മീയ വർദ്ധനവിന് മുഖാന്തരമാവുന്നുണ്ടോ? റോമർ 8:6 ഒന്ന് വായിച്ചേ. പ്രസന്റബിലിറ്റി വരുന്നു, അങ്ങോട്ട് വരുന്നു. വായിക്കൊന്ന് വായിച്ചേ. ആ കണ്ടോ, ഇത് ഉണ്ടോ? വായിച്ചു 7. ആ കേട്ടോ, ഇത് കേട്ടോ, ഇതൊക്കെ നമ്മൾ വേദോത്സവത്തിൽ കൊള്ളവായത്. ഇനി 12 വായിച്ചേ. 13 അവിടെ ജഡത്തിന്റെ എന്നാണ് ഗ്രീക്കിൽ കേട്ടോ. ജഡത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കുന്നെങ്കിലോ ജീവിക്കും. ശരീരത്തിന്റെ എന്നുള്ളതിന് ജഡത്തിന്റെ എന്നാണ് ഒറിജിനൽ പദം. ശരീരത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവർത്തികൾ. ഗലാത്യർ 5:16-17 കൂടെ ഒന്ന് വായിച്ചു തരാം നമുക്കൊരു ഉറപ്പിന് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ പ്രസന്റബിലിറ്റി എന്നുള്ളത്, what is meant by this presentability? It means, see, കേട്ടെ, ഇന്ദിരാഗാന്ധി, ഞാൻ വടക്കുള്ളപ്പോഴാ ആ നേതാവിനെ വെടിവെച്ചു ടു പുട്ട് ഓൺ കോസ്റ്റ്ലി ഡ്രസ്. അവര് ഒരു നിലവാരത്തിന് മേളിലുള്ളവരാ. ഇവിടുത്തെ ഒരു കേൾക്കുന്നുണ്ടേ, ഒരു ഓപ്പറേഷൻസ് പാരഫെർനാലിയോടെ ഇറങ്ങിയാൽ എന്ത് ചെയ്തിരിക്കും? പബ്ലിക് പ്രസന്റബിലിറ്റി അല്ല, ഒരു സോഷ്യൽ ലീഡറുടെ പ്രസന്റബിലിറ്റി. ഈ വാക്യം ഒന്ന് വായിച്ചാല്, ലൂക്കോസ് 16:15. നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ ദൈവത്തിന്റെ മുമ്പാകെ. നിരാഭരണ വ്രതം തുടങ്ങിയത് മറക്കല്ലേ, കൊച്ചുഞ്ഞുപരീക്ഷയുടെ യോഗത്തിലാണ് നിരാഭരണ വ്രതം എടുത്തത്. ഞാൻ പറയുന്നത്, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്തോണം? ഒഴിവാക്കിക്കൊള്ളണം. വേർപെട്ടവർ യൂസ് ഉണ്ടെങ്കിൽ, 5 പിള്ളേരുണ്ട്, 5 പേരും കല്യാണം കഴിച്ച് വരുമ്പോൾ 5 ബെഡ്റൂം വേണം, അതുകൊണ്ട് 5 ബെഡ്റൂം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. അതൊരിക്കലും അവൻ്റെ ഭക്തിക്ക് ചേർന്നത് അല്ല. ലോകത്തോട് താതാത്മ്യപ്പെടുന്ന അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന് പ്രധാന.